ഹലോ, ഇത് അന്നമ്മ മാത്യു. ഞാനിവിടെ വുഡ്ലൻഡ്സിൽ നിന്നാണ് പറയുന്നത്. ഇവിടെ എൻ്റെ ജീവചരിത്രം ഇവിടെ ഹ്യൂസ്റ്റണിൽ ആദ്യമായിട്ട് വന്ന എൻ്റെ ജീവചരിത്രം ഒന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് സെന്നി ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഞാനത് അതേക്കുറിച്ച് അല്പമായിട്ട് സംസാരിക്കുകയാണ്. ഓക്കെ, ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ പാമ്പാടി എന്ന സ്ഥലത്താണ്. എൻ്റെ മാതാപിതാക്കന്മാർ, ഫാദർ തന്നെ പേര് ഫിലിപ്പോസ് വർഗീസ്, അമ്മയുടെ പേര് മറിയാമ്മ വർഗീസ്. ഗ്രാൻഡ് പേരൻസ് ഫിലിപ്പ് എന്ന ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്, ഗ്രാൻഡ് മദറിൻ്റെ പേര് മറിയാമ്മ എന്നാണ്. പിന്നെ ഞങ്ങൾ 7 മക്കളാണ്. 4 സഹോദരന്മാരും 3 ഗേൾസുമാണുള്ളത്. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ദൈവമക്കളായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ ഫാദറിനെ അറിയുന്ന മാൻ ഓഫ് പ്രെയർ എന്നാണ് ആ ദേശത്തൊക്കെ അറിയുന്നത്. എൻ്റെ പേരൻസ് യാക്കോബ കുടുംബത്തിൽ ജനിച്ച് വളർന്നവരാണ്. എന്നാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്തെ ഫെയ്ത്തിൽ വരുവാൻ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷാവായി സ്വീകരിപ്പാനും യാക്കോബായ സഭയിൽ നിന്ന് ബ്രദറൻ സമുദായത്തിലേക്ക് മാറുവാനിവിടെയായി. അങ്ങനെ ഞങ്ങൾ ചെറുപ്പം മുതലേ മാതാപിതാക്കന്മാരുടെ ശിക്ഷണത്തിൽ വളർന്നു വരുവാൻ സാധിച്ചു. എപ്പോഴും പ്രാർത്ഥനയിൽ കഴിയുന്ന ഒരു പിതാവായിരുന്നു എനിക്കുണ്ടായിരുന്നത്. മക്കളൊക്കെയും ദൈവവഴിയിൽ നടക്കണമെന്ന് മാത്രമേ അവരാഗ്രഹിച്ചുള്ളൂ. ഏതായാലും ദൈവം ഞങ്ങളെ വളരെയധികമായിട്ട് അനുഗ്രഹിച്ചു. ആ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ, ഞാൻ പ്രൈമറി സ്കൂളിൽ പാമ്പാടിൽ ആലാമ്പള്ളി എന്ന സ്കൂളിലാണ് പഠിച്ചത്. 8ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനുശേഷം ഹൈസ്കൂളിൽ പാമ്പാടി MGM ഹൈസ്കൂളിലാണ് പഠിച്ചത്. പഠിച്ചതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ എനിക്ക് ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. എൻ്റെ കൊച്ചു ബ്രദറിന് എന്തോ അസുഖമായപ്പോൾ ഞാനും കൂടെ പോയി. 10-12 വയസ്സേ ഉള്ളൂ. അന്നേരം ഒരു നേഴ്സ് ഒരു പേഷ്യൻറ്റിനെ സ്ട്രക്ചറിലിട്ട് കൊണ്ടുപോകുന്ന കണ്ടു. അന്നേരം എന്തോ ഈ പേഷ്യൻറ്റ് മൂവ് ചെയ്യുകയും എന്തോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഈ നേഴ്സ് വളരെ റൂഡായിട്ട് സംസാരിക്കുന്നത് കേട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിന് വലിയ വിഷമം തോന്നി. ഇതന്നെ ഇവരിങ്ങനെ പറയുന്ന ഒരു പാവപ്പെട്ട പേഷ്യൻ്റാണല്ലോ. ആ നിമിഷം എൻ്റെ മനസ്സിലൊരു ഇത് തോന്നി, എനിക്ക് ദൈവം ഒരവസരം തന്നാൽ ഞാനൊരു നേഴ്സായിട്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എല്ലാവരെയും വളരെ നല്ലതായിട്ട് നോക്കും. അതിന് ദൈവം എനിക്ക് കൃപ തരണമെന്ന് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. വളരെ ചെറുപ്പത്തിലാണ് പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ടു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു. ഹൈസ്കൂളൊക്കെ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ പല കാര്യങ്ങൾ പേരൻസ് പറഞ്ഞു. പക്ഷേ അതിനൊന്നും പോകാതെ തിരുവല്ല മെഡിക്കൽ മിഷൻ, അത് സായിപ്പിൻ്റെ ആശുപത്രി എന്നാണ് പറയുന്നത്, അവിടേക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ചു. അവിടുന്ന് പേപ്പേഴ്സൊക്കെ എനിക്ക് അയച്ചു തന്നു. പിന്നെ ഞാനതെല്ലാം ഫില്ല് ചെയ്ത് അയച്ചു. ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവിടെ എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. 1961 to 65 വരെ അവിടെ പഠിക്കാൻ ദൈവം കൃപ തന്നു. അത് ഏറ്റവും എനിക്ക് സന്തോഷകരമായൊരു സ്ഥലമായിരുന്നു. അത് മുഴുവൻ മിഷൻ ഓറിയൻറ്റഡാണ്. എല്ലാ മിഷണറിമാരും ഡോക്ടേഴ്സും ട്യൂട്ടേഴ്സും എല്ലാവരും മിഷണറിമാർ. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, പിന്നെ ഓസ്ട്രേലിയ മുതലായ സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ആദ്യമൊക്കെ വളരെ പ്രയാസമായിരുന്നു അവിടെ ആക്സെൻ്റൊക്കെ മനസ്സിലാകാനുമൊക്കെ. എങ്കിലും അവർ വളരെ നല്ല മനുഷ്യരും ഡെഡിക്കേറ്റഡ് ആൾക്കാരുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ട് അവിടെ ജീവിക്കാനും ദൈവകൃപയിൽ വളർന്നു വരുവാനും ദൈവമക്കളെ കാണുവാനും എപ്പോഴും അവിടുത്തെ അന്തരീക്ഷം ഒരു ദൈവിക അന്തരീക്ഷമായിരുന്നു. അതെന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ എൻ്റെ പേരൻസിനും അത് വലിയ സന്തോഷമായിപ്പോയി. പലരും നേഴ്സിങ്ങിന് പോകുന്ന ഇഷ്ടമല്ല, അങ്ങനെയാ ഇങ്ങനെയാ
എനിക്ക് വേണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നേരെ തിരിച്ചായിരുന്നു. ദൈവം ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നല്ലോ, അതിൽ കൂടി ദൈവത്തെ സേവിക്കാമെന്നുള്ള ഒരു വലിയ സന്തോഷവും ആഗ്രഹവും ഉണ്ടായിരുന്നു. അത് ദൈവം സാധിപ്പിച്ചു തന്നു എന്ന് മാത്രം എനിക്ക് പറയാം. എനിവേ അവിടുത്തെ 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. 1 വർഷം കൂടി അവിടെ ഇത് ചെയ്യണം, സർവീസ് പീരീഡ് എന്ന് പറഞ്ഞ് അതും കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെയുള്ള പലരും പല സ്ഥലങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. പലരും നോർത്ത് ഇന്ത്യയ്ക്ക്, പിന്നെ പേർഷ്യൻ ഗൾഫിന്, പല സ്ഥലങ്ങളിലേക്ക് ജോലിക്ക്, നല്ല ജോലിയും കൂടുതൽ പൈസയും കിട്ടും, അങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങി. അതിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ എനിക്ക് ഏത് വഴിയില്ല ഞാൻ എനിക്ക് അവിടെ ഒന്നും പോകാൻ ഒരു മനസ്സും തോന്നിക്കുന്നില്ല, ഒരു ഇൻട്രസ്റ്റും തോന്നിയില്ല. ഞാൻ അന്നേരമൊക്കെ ഈ അമേരിക്കയെക്കുറിച്ചോ ഇംഗ്ലണ്ടിനെക്കുറിച്ചൊക്കെ ഒന്ന് കേട്ടുകഴിവല്ലാതെ യാതൊന്നും അറിയത്തില്ല. അവിടെയുള്ള ആൾക്കാരെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഏതായാലും ആ സമയത്ത് ഒരു മാഗസിനിൽ 2-3 ആപ്ലിക്കേഷൻ കണ്ടിങ്ങനെ അമേരിക്കയിൽ നേഴ്സസിനെ എടുക്കുന്നുണ്ടെന്ന്. അതെനിക്ക് വലിയ സന്തോഷമായി. വളരെ ആകാംക്ഷയോട് കൂടി ഞാൻ ആ കണ്ട അഡ്രസ്സിലെല്ലാം ഞാൻ ആപ്ലിക്കേഷൻ അയക്കാനൊക്കെ എനിക്ക് അവിടെ പല സിസ്റ്റേഴ്സും എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ചോദിച്ചു ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഗാൽവെസ്റ്റോൺ ടെക്സാസിൽ നിന്ന് UTMB യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് മെഡിക്കൽ ബ്രാഞ്ചിൽ നിന്ന് ഒരു ഓഫർ വന്നു. അത് 2 ഇയർ എക്സ്ചേഞ്ച് വിസിറ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അത് വന്നു. അതിന് ഒരു ഓഫർ വന്നു. പക്ഷേ അതിന് പല ടെസ്റ്റുകൾ പാസ്സാകണം. അത് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് അമേരിക്കൻ കൗൺസിലായിട്ട് പോയിട്ട് എഴുതിയും സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇംഗ്ലീഷ് എഴുതി പാസ്സാകണം. അതിന് പോയി ദൈവത്തിൻ്റെ കൃപയാൽ അത് പാസ്സായി. അതിന് ശേഷമുള്ള ടെസ്റ്റുകളൊക്കെ ഞാൻ പാസ്സായി. ഞാൻ മിടുക്കിയായിട്ടൊന്നുമല്ല, ദൈവം കൃപ തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ആവറേജ് പേഴ്സൺ മാത്രമാണ്. എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതൊക്കെ സാധിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിസയ്ക്ക് മദ്രാസിൽ പോയി വിസ ലഭിച്ചു. പിന്നെ അത് വിസയൊക്കെ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ടായി. അതും ദൈവത്തിൻ്റെ കൃപയായിരുന്നു. എനിക്ക് അലർജി പ്രോബ്ലം ഉണ്ട്. അവിടെ കുറേ ഫ്രണ്ട്സൊക്കെ അവിടെ ആ സമയത്ത് ഹ്യൂമിഡിറ്റിയുടെ കൂടുതലുണ്ടാണോ എന്തോ അതിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ന്യൂമോണിയ പോലെ പിടിച്ചു. അന്നേരം എക്സ്റേ എടുത്തപ്പോൾ ന്യൂമോണിയ ആയതുകൊണ്ട് അതുകൊണ്ട് അന്നേരം തന്നില്ല, പിന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അന്നേരം വളരെ പ്രയാസമോ, ഇതെല്ലാം ശരിയായിരിക്കുക, ഇത് കിട്ടിയില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു. എനിവേ ദൈവഹിതം പോലെ ആട്ടെ. എൻ്റെ ബ്രദറും അന്നേരം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ദൈവഹിതം പോലെ ആട്ടെ. ഞാനിവിടെ തിരിച്ചു വന്ന തിരുവല്ല ഹോസ്പിറ്റലിൽ വന്ന് അവരോട് ആ ഡോക്ടേഴ്സ് അവർക്കെല്ലാം വലിയ പ്രയാസമായത് കേട്ടപ്പോൾ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, "നോ, ഐ ആം ഗോയിങ് ടു മേക്ക് യു വെൽ എന്നും പറഞ്ഞ് പുള്ളി പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചു, ദൈവഹിതമെങ്കിലേ നടക്കട്ടെ. പിന്നെ കുറച്ച് ട്രീറ്റ്മെൻറ്റുമൊക്കെ ചെയ്തു. 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോയി എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ എല്ലാം നോർമലായി. പ്രൈസ് ദി ലോർഡ് എന്ന് പറയാനേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. വിസ കിട്ടി, തിരിച്ചു വന്നു. അങ്ങനെ തിരുവല്ലയിൽ വന്നു. തിരുവല്ല ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യമായിട്ടാണ് അമേരിക്കയ്ക്ക് ഒരാൾ പോരുന്നത്. ആദ്യമായിട്ടാണ്. അവർക്കെല്ലാം എക്സൈറ്റ്മെൻറ്റാണ്. പക്ഷേ അവരെല്ലാം ഇംഗ്ലണ്ടുകാരും ഓസ്ട്രേലിയക്കാരും ഒക്കെ ആണെങ്കിലും അവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവരെല്ലാം എന്നോട് വളരെ കാര്യമായിരുന്നു. ഇങ്ങോട്ട് പോരുന്നു കേട്ടപ്പം തൊട്ടേ ഈ കാനഡയിലൊക്കെയുള്ള മിഷണറിമാർ അവരൊക്കെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കുറേ എല്ലാം പറഞ്ഞു തന്നു. അതുപോലെ ഇവിടുത്തെ കൾച്ചറ്, എവിടെ വന്നാൽ ഏത് വിധത്തിൽ ഇടപെടണം, പിന്നെ എങ്ങനെയാണ് സ്പൂണും ഫോർക്കും ഉപയോഗിക്കുന്നത്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലതും പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ എനിവേ 1969 ഓഗസ്റ്റ് 30 ഓക്കെ അന്നാണ് അവിടുന്ന് പോരുന്നത്. അവിടുന്ന് കൊച്ചിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന വീട്ടിൽ എല്ലാവർക്കും ഇത്രയും ദൂരോട്ട് പെൺപിള്ളേരെ തന്നെ വിടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി. അന്നൊക്കെ ആണുങ്ങളൊക്കെ പുറത്തൊക്കെ പോകും, പക്ഷേ പെൺപിള്ളേർ പുറത്ത് പോകുക എന്ന് പറയുന്നത് വളരെ അൺയൂഷ്വലായിരുന്നു. ദാറ്റ്സ് ഓക്കെ. മൈ ഫാദർ വാസ് എ സ്ട്രോങ് ഈസ് എ പ്രെയർ വാറിയർ. വളരെ ഭക്തനായിരുന്നു മനുഷ്യൻ. എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് കണ്ണുനീരില്ലേ വെളുപ്പാൻ കാലത്ത് ഒരു 5 മണിക്ക് എഴുന്നേറ്റ് ഒരു 7 വരെ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പൊക്കോ, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിവേ ഞങ്ങളെ ഇവിടെ പിന്നെ അതിലെല്ലാം രസമായിട്ട് എന്നെ എയർപോർട്ടിൽ വിടാനായിട്ട് പിന്നെ
വളരെ അന്നത്തെ കാര്യം 69 കാര്യം ഓർക്കണം. അന്നേരം പ്ലെയിൻ യാത്രയൊക്കെ വളരെ കുറവാണ്. അവിടുന്ന് ഒരു ടാക്സിയിൽ 8 9 പേരുണ്ടെന്ന് തോന്നുന്നു. എത്ര പേരാണെന്നറിയത്തില്ല. ഇങ്ങനെ ഞൂങ്ങി വളരെ ഞെരുങ്ങി കിടന്ന് എന്നെ അവിടെ കൊണ്ട് ആക്കിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ പ്ലെയിനെ കയറി ഞാനിട്ട് പോരുമ്പോൾ അവർക്കെല്ലാം വളരെ പ്രയാസപ്പെട്ടു. അവരൊക്കെ പറയുന്നത് ഒരു ബ്രദർ പറഞ്ഞു ഒരു പക്ഷി വിഴുങ്ങിക്കൊണ്ട് പോകുന്ന പോലെ തോന്നി, ഞങ്ങൾക്ക് വലിയ സങ്കടമായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. എനിവേ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെയാണ് അവിടുന്ന് പോരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബോംബെ വന്നു. ബോംബെയിൽ എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്നെ പല പേർക്ക് ഹെൽപ്പ് ചെയ്തു. അതിൽ ഞാൻ കേരളത്തിൽ നിന്ന് എങ്ങും പുറത്ത് പോയിട്ടില്ല. നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഗുജറാത്തിലൊരു കോൺഫറൻസിന് പോയതല്ലാതെ ഒരിടത്ത് ഞാൻ ഔട്ട്സൈഡിൽ പോയിട്ടില്ല. സോ ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്, ഔട്ട്സൈഡിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. എനിവേ അവരൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നു. ഇവിടെ ഇട്ട് പോരാനായിട്ട് പിന്നെ ജാക്കറ്റ്, ഇവിടെ വിൻ്റർ കോട്ടൊക്കെ വേണമെന്ന് പറഞ്ഞു. എന്നതെന്ന് പോലും അറിയത്തില്ല. എനിവേ അവരതെല്ലാം മേടിച്ച് തന്നു, റെഡിയാക്കി പ്ലെയിനെ കയറ്റി വിട്ടു. അവിടുന്ന് പിന്നെ ബോംബെയിൽ നിന്ന് ലണ്ടനായിരുന്നു. അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഈ പ്ലെയിനെ കയറി ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴാണെങ്കിലും എല്ലാ ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരൊക്കെ. അതിനകത്ത് യാതൊന്നും കഴിക്കുന്നില്ല. അടുത്തിരിക്കുന്നവരൊക്കെ പലരും വെള്ളക്കാരാണ്. അവരൊക്കെ പറഞ്ഞു വല്ലതും കഴിക്കല്ലെങ്കിൽ കൊണ്ട് ചായ ടു ഈറ്റ് സംതിങ്, ഡ്രിങ്ക് സംതിങ്. അങ്ങ് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. എനിവേ പിന്നെ സ്പ്രൈറ്റ് മാത്രം കുടിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ന്യൂയോർക്കിൽ വന്നു. ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിൽ വന്നു. ന്യൂയോർക്കിൽ വന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ പിന്നെ അവിടുന്ന് ഹ്യൂസ്റ്റനാണ് പോരേണ്ടത്. അവിടെ വന്നപ്പം ഹ്യൂസ്റ്റനിലോട്ടുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. പിന്നെ ഹോട്ടലിൽ എന്നെ കൊണ്ടുപോയി. ആദ്യമായിട്ടാണ് പോകുന്നത്. ഭയങ്കരമുണ്ട്. പക്ഷേ ഒരു ധൈര്യം, ദൈവം വളരെ ധൈര്യം തരുന്നുണ്ട്. വളരെ ചെറുപ്പമാണ്, വളരെ ചെറുപ്പമല്ലേ. അങ്ങനെ ഇനി അവർ ഹോട്ടലിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് ഹോട്ടലിൽ ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉറങ്ങി, ഒരുവിധം കുറച്ചൊക്കെ ഉറങ്ങി. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം എയർപോർട്ടിൽ വന്നു. അവിടെ നിന്ന് ഹ്യൂസ്റ്റനിലേക്ക് വന്നു. ക്വസ്റ്റിന് സമയത്ത് വന്നു. അവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ മണി മിഡിൽ ഓഫ് ദ നൈറ്റ് 2 o'clock, 2 or 2:30 സംതിങ് ലൈക്ക് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് എൻ്റെ ഒരു സീനിയർ മോസ്റ്റ് ഒരു ആളെ ഗാൽവെസ്റ്റോണിൽ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് ശരിക്കും അറിയത്തില്ല, എന്നാലും കണ്ടിട്ട് വിട്ടിരുന്നു. പുള്ളിക്കാരിക്ക് ഞാൻ എഴുതിയാൽ ഞാനിങ്ങനെ വരുന്നുണ്ട്, എനിക്ക് ആരെയും അറിയത്തില്ല, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ പുള്ളിക്കാരുടെ പേര് കുഞ്ഞമ്മയെന്ന്. പുള്ളിക്കാരി പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഹ്യൂസ്റ്റണിൽ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് എനിക്കൊന്ന് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഫോൺ വിളിക്കാൻ ഞാൻ അവിടെ നിന്ന് ഒരാളോട് പറഞ്ഞു, ഞാനിങ്ങനെ ന്യൂ കമറ, എനിക്കൊരു ഹെൽപ്പ് വേണം, ഫോൺ വിളിക്കണം. അന്നേരം എന്നോട് പറഞ്ഞു ഗോ ആൻഡ് പുട്ട് എ നിക്കിൾ ദേ. എന്നിട്ട് ആ ഫോൺ വിളിക്കാൻ പറഞ്ഞു നിക്കിൾ. അന്നേരം ഞാൻ പറഞ്ഞു നിക്കിൾ എന്നെ കയ്യുടെ നിക്കിളാണ്. അങ്ങോട്ട് ഞാൻ അടോണ്ട് കാപ്പനി നിക്കിൾ. അന്ന് $7 നമുക്ക് തന്നു വിടുന്നത് അങ്ങോട്ട് പോകാൻ. അതിൽ കൂടുതൽ തരത്തില്ല. എനിവേ അത് ഡോളറായിട്ടാണ്, അല്ലാതെ നിക്കിളായിട്ടും ഡയമായിട്ടും ഒന്നുമല്ല. അന്നേരം ആർക്ക് മനസ്സിലായി എനിക്കറിയത്തില്ല. സുഭാഷിനോട് പറഞ്ഞു ഡോ വറി അപ്പാട്ട് കൊണ്ട് ഹാപ്പിലെന്ന് പറഞ്ഞിട്ട് അയാൾ വന്നിട്ട് അയാൾ നിക്കിളെടുത്ത് ഫോണിൽ പേ ഫോണിലിട്ടിട്ട് പുള്ളിക്കാരിയെ വിളിച്ചപ്പം പുള്ളിക്കാരി ആൻസർ ചെയ്യുന്നവരും പറഞ്ഞു സാർ ഒരു കുഴപ്പമില്ല, അവിടെ ലൂമസിനെ ഇവർ ഈ UTMB യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസുകാരെ ഞാൻ ചെല്ലാനായിട്ട് ഹ്യൂസ്റ്റണിൽ നിന്ന് ഗാൽവെസ്റ്റണിലേക്ക് ലൂമസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലൂമസിന് എന്താണ് വാട്ട് ഈസ് എ ലൂമസ്? അന്നേരം നേരോട് ചോദിച്ചു വാട്ട് ഈസ് എ ലൂമസിൻ. എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇതൊന്നും അറിയത്തില്ല, ന്യൂ ആണല്ലോ ഒന്നും കൊണ്ട്. അത് പറഞ്ഞു ഞാൻ കൊണ്ട് ടേക്ക് ഓവർ ദയർന്നും പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് ലൂമസിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി. ലൂമസിൻ്റെ അടുത്ത് ചെന്ന് അതിനകത്ത് കയറി. അതിനകത്ത് അന്നേരം 8 passengers ഉണ്ട്, എന്നെ കൂടി ഉൾപ്പെടെ ഡ്രൈവറും ഉണ്ട്. അതായിട്ട് ഗാൽവെസ്റ്റോൺ യാത്രയായി. അന്നേരം അങ്ങോട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഓരോ പാസഞ്ചേഴ്സ് ഓരോ സ്ഥലത്ത് ഓരോ മുക്കിനും മൂലയ്ക്കുമായിട്ട് ഇറങ്ങി അവസാനം വന്നപ്പോൾ ഞാനും ഡ്രൈവറും ശേഷിച്ചു. അന്നേരത്തേക്ക് ഐ തിങ്ക് 4 o'clock 4:30 സംതിങ് ഏർലി മോർണിംഗ്. എൻ്റെ മനസ്സിൽ അങ്ങ് വളരെ പേടിയുണ്ട്. എന്തോ എവിടെയാ ആരെയും അറിയത്തുമില്ല.
അന്നേരം ആർക്ക് മനസ്സിലായി ഐം സോ സ്കെയർഡ് പറഞ്ഞു ഡോണ്ട് വറി ഐ ആം ഗോയിങ് ടു ടേക്ക് യു റൈറ്റ് പ്ലേസ് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ അവിടെ കൊണ്ട് അപ്പാർട്ട്മെൻറ്റിൽ ആ കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ആളിലെ അപ്പാർട്ട്മെൻറ്റിൽ മുട്ടി അവിടെ തുറന്ന് തന്നെ അവിടെ കയറ്റി ആക്കിയിട്ടാണ് അങ്ങേര് പോരുന്നത്. അങ്ങേർക്കുള്ള പിന്നെ ഫീസും ഒക്കെ കുഞ്ഞമ്മ കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങേരിക്ക് പോകുന്നത്. അതാണ് എൻ്റെ ഇവിടുന്ന് ഗാൽവസ്റ്റോൺ വരെയുള്ള യാത്ര. ഓക്കെ, എൻ്റെ അമേരിക്കയിലെ ആദ്യത്തെ ജോലി തുടങ്ങുവാണ്. അതാണ് എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ കേരളത്തിന് പുറത്തെങ്ങും പോയിട്ടില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. തിരുവല്ലായ എൻ്റെ പാലസായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരിക്കലെ കോൺഫറൻസിനായിട്ട് ഗുജറാത്തിൽ പോയി. അത് ഞങ്ങൾ 2 പേര് കൂടിയാണ്. അങ്ങനെ ഒരു വട്ടം മാത്രമേ കേരളത്തിൽ ഞാൻ പുറത്ത് പോയിട്ടുള്ളൂ. പിന്നെയാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ പിന്നെ ഗാൽവസ്റ്റോണിൽ വന്നു. എല്ലാ എക്സൈറ്റ്മെൻറ്റാണ് എന്തോ പക്ഷേ അന്ന് ചെറുപ്പമായതുകൊണ്ട് ഇങ്ങനെ പിരി നടക്കുമായിരുന്നു എല്ലാ കാര്യത്തിനും. ഗാൽവസ്റ്റോണിൽ വന്നപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് അല്പമായിട്ട് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. അവിടെ വന്നപ്പോഴേ അവിടെ ഒരു 2-3-4 പേരുണ്ടായിരുന്നു. അവിടെ അല്ലാതെ കുറച്ച് പേര് കൂടി എക്സ്ചേഞ്ച് വിസിറ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പല രാജ്യങ്ങളിൽ നിന്ന് നേഴ്സസിനെ ഇങ്ങനെ ചൂസ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് അവർ പാസ്സാകുന്നവർക്ക് ഇവിടെ വന്ന് 2 വർഷത്തെ കോഴ്സുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യുക. അവിടുത്തെ നമ്മുടെ നേഴ്സിങ്ങും നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം പഠിപ്പിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എക്സ്ചേഞ്ച് ചെയ്യുക. പഠന രീതികളും ജോലി രീതികളെല്ലാം. അന്നേരം അതിനിടയ്ക്ക് ഞങ്ങളെ ഫ്ലോറിൽ വാടിക്കൊണ്ടുപോയിട്ട് അതെല്ലാം പഠിപ്പിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെ അതുപോലെ തന്നെ ഇവിടുത്തെ ജീവിത രീതി യാതൊന്നും അറിയാൻ മേല. ഞങ്ങളുടെ ഈ സീനിയേഴ്സായിട്ടുള്ള കുറച്ച് പേരൊക്കെ അങ്ങനെയാന്നൊക്കെ പറയും. അവിടെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്ന പിന്നെ ഡോമിനടുത്ത് ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് ഡോം തന്നു. ഒരു റൂമിനകത്ത് 2 പേരായിട്ട് താമസിക്കേണ്ടത്. അവിടുന്ന് ഈ അന്നും ഉണ്ട് ക്രോഗറെ അവിടുന്ന് 1 മൈലോളം നടക്കണം. അവിടെയുണ്ട്. അവിടെ നടന്നെല്ലാവരും പോകുന്ന അവിടെ കാട്ടും കൊണ്ട് പോയി കുറച്ച് ഫുഡും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ചിലർ അവിടെ കുറച്ച് നേരത്തെ വന്നിട്ട് 1 വർഷം മുമ്പൊക്കെ വന്നിട്ട് 1-2 വർഷം ചിലരൊക്കെ മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് റൈഡ് തരും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളങ്ങ് നടക്കും. ചെറുപ്പമായതുകൊണ്ട് അതൊന്നും ഒരു കാര്യമായിട്ടെടുത്തില്ല. അത്യാവശ്യത്തിന് വല്ല മേടിച്ചാൽ മതിയല്ലോ. അധികം ഒന്നും മേടിക്കാനും കൊടുക്കാൻ ഒന്നാമത് കൈ പൈസയില്ല. തീരെ വളരെ അതും ഒരു ഡിഫിക്കൽട്ടായിരുന്നു. നമുക്ക് $7 കൊണ്ടുവരാനൊക്കത്തുള്ളൂ. ഇവർ സ്റ്റൈഫൻഡ് തരുമായിരുന്നു. അത് അന്ന് $2 അതാണ് പിന്നെ 1 മണിക്കൂറിന് തരുന്നത്. അന്നേരം ഒരു മാസം അതൊരു മാസത്തിലൊന്നേ തരത്തുള്ളൂ. ഇപ്പോഴൊക്കെയാണ് എവരി 2 വീക്സ് ആണല്ലോ. അന്ന് മാസത്തിലൊന്ന്. അത് കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. എനിവേ എൻ്റെ ഒരു ഫ്രണ്ട് ഡാളസിലുണ്ടായിരുന്നു. അതിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു $50 അയച്ചു തരണം, അല്ലാതെ ഈ എൻഡ് ഓഫ് മന്ത് വരെ ജീവിക്കാൻ പ്രയാസമുണ്ട്, മറ്റുള്ള ആരോടാണ് ചോദിക്കുന്നത് എന്നും കൊണ്ട്. പിന്നെ ആ പുള്ളിക്കാരി, അതിൻ്റെ പേര് ലീലാമ്മ എന്നാണ്, പുള്ളിക്കാരി എനിക്ക് $50 അയച്ചു തന്നു. അതുകൊണ്ടാണ് ഒരു മാസം ഒരു വിധത്തിലൊക്കെ കഴിച്ചത്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന പിന്നെ അവരൊക്കെ കുറേ നല്ല ആൾക്കാരായിരുന്നു. കൊച്ചു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സഹായിക്കും. യൂണിഫോമും ഒക്കെ അവർ തന്നു ഞങ്ങൾക്ക്. അതെല്ലാം പോയി മേടിക്കണം. യൂണിഫോമും പിന്നെ ഷൂസ്, കൊച്ചു കാര്യങ്ങളൊക്കെ തീരെ കുറച്ച് കാര്യങ്ങളെ ഞങ്ങൾ മേടിച്ചുള്ളൂ. കാരണം മേടിക്കാൻ കൈ പൈസയില്ല. എനിവേ അങ്ങനെ കടയിൽ ഈ ഗ്രോസറിയിലൊക്കെ പോവുകയും വരികയും കൊച്ചു സാധനം മേടിക്കുകയും ചിലരൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തു. ഡോമിൽ 2 പേരാണ് താമസിക്കേണ്ടത്. 2 പേരും കൂടെ അന്ന് $37 സംതിങ് കൊടുക്കേണ്ടത്. അതും പിന്നെ ഞങ്ങളെ കൊണ്ടുവന്നപ്പോഴാണെങ്കിൽ UTMBക്കാർ ഞങ്ങളുടെ ഫെയർ കൊടുത്തു. പക്ഷേങ്കിൽ അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കണം. അത് അടുത്ത് പൈസ കിട്ടാൻ തുടങ്ങുമ്പോഴേ നമ്മൾ തിരിച്ചയക്കണം. അത് കുറേ സ്മോൾ എമൗണ്ട് ഇതേ അവരെടുക്കത്തുള്ളൂ. സ്മോൾ എമൗണ്ട് നമുക്ക് ജീവിക്കാൻ വേണം എന്നുള്ളത് അവർക്ക് അറിയാം. അതനുസരിച്ച് നമുക്ക് സ്മോൾ എമൗണ്ട് വീതം എടുത്ത് കൊടുത്തു തീർക്കും. 2 വർഷത്തിനകം കൊടുത്തു തീർക്കും. അങ്ങനെ അതൊക്കെ കൊടുക്കുകയും പിന്നെ ഡോമിൽ താമസിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഓരോ ഷിഫ്റ്റിലെ പോകണം. ഷിഫ്റ്റിലിപ്പോൾ എക്സ്ചേഞ്ച് വിസിറ്റിംഗ് ആണെന്ന് പറഞ്ഞാലും ജോലിയും ചെയ്യണം. ജോലി ചെയ്താലേ അതിനായി സ്റ്റൈഫൻഡ് തരുന്നത്. എനിവേ അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഓരോ ഷിഫ്റ്റും, അതിൽ കൂടുതലും മോർണിംഗും ഈവനിങ്ങും ഒക്കെ ഉണ്ട്. ഈവനിങ്ങിൽ ഒക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ പറയാൻ തോന്നുന്നു. പിന്നെ അവിടെ ഞങ്ങളെ ഈ
ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഈ പിന്നെ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് അവരൊക്കെ വന്ന് ഞങ്ങൾക്ക് സെക്യൂരിറ്റിയുടെ ക്ലാസ് എടുക്കും പറയും നിങ്ങൾ വളരെ സൂക്ഷിക്കണം, അത് വേണം കയ്യിൽ സെക്യൂരിറ്റിക്ക് പിന്നെ ഇന്നതിനൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അന്നൊക്കെ ഇതൊക്കെ ആയതുകൊണ്ട് അതൊന്നും നമുക്ക് അതിനെക്കുറിച്ചൊന്നും അധികം അറിയത്തില്ലാത്തോ അത്ര ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം ഞാൻ രാത്രി ജോലിയും കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഈ ക്യാമ്പസിൽ തന്നെയാണ് താമസിക്കുക. ക്യാമ്പസിലാണെങ്കിലും 1 മൈൽ 1.5 മൈലോളം നടക്കണം അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്ന ഡോമിൽ ചെല്ലണമെങ്കിൽ. ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോവുക ഞാൻ വൈകിട്ട്. അന്ന് ഭയങ്കര ബിസി. ഇവിടുത്തെ ജോലി തീർക്കാന്ന് വെച്ചാൽ എല്ലാം പരിചയമില്ലാത്തതുകൊണ്ട് സ്ലോലി എല്ലാം ചെയ്യാൻ നോക്കും. എന്നാൽ എല്ലാം ചെയ്ത് തീർക്കാതെ പോകത്തുമില്ല. അങ്ങനെ കഴിഞ്ഞിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്നങ്ങ് പോയി. സൈഡിൽ കൂടിയാണ് നടന്ന് പോകുമ്പോൾ എനിക്കറിയാം പുറകിൽ കൂടി എന്തോ ഒരു കാറ് വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അവിടുത്തെ ഇപ്പോൾ കാറ് വരും. അപ്പം ഇങ്ങനെ ഞാൻ തിരിഞ്ഞ് നോക്കാതെ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി. അന്ന് എനിക്ക് മനസ്സിലായി കാറ് രണ്ട് ആൾക്കാരും ഇരിപ്പുണ്ട്. ഈ കാർ ഇങ്ങനെ എൻ്റെ പുറകെ അവിടെ ഞാൻ നടക്കുന്നതനുസരിച്ച് സ്ലോലിയാണ് പറഞ്ഞു. ഇത് സ്ലോലി പോകാൻ കാര്യമല്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ സ്പീഡ് നടന്നു. ഞാൻ ആ സ്പീഡ് നടക്കുന്നതനുസരിച്ച് ഈ കാറിലാണ് സ്പീഡിൽ. അന്നേരം എനിക്ക് മനസ്സിലായത് എന്തോ സംതിങ് അധികം ഉണ്ടല്ലോ. അന്നേരം ഞാൻ ഇച്ചിരൂടെ സ്പീഡിലായിട്ട് ഞാൻ ഇച്ചിരി ഓടാൻ തുടങ്ങി. ഓടുന്നതനുസരിച്ച് ഈ കാർ എൻ്റെ പുറകെ. അന്നേരം എനിക്ക് പേടി വല്ലാതെയായി. അല്ല ഞാൻ അന്നേരത്തെ നല്ലപോലെ ഓടി. അന്നേരം ഞാൻ ദൈവമേ എന്നെ രക്ഷിക്കണം, ഇതെന്തോ ഒന്നും അറിയത്തില്ലല്ലോ എന്നും കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓടി. അങ്ങനെ ഓടി അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ രണ്ട് കപ്പിൾസ് അവിടെ നിന്ന് വർത്തമാനം പറയുന്നു. അയ്യോ അതിനോർത്ത് ദൈവദൂതന്മാരെ പോലെ അവരെ കണ്ടപ്പം ദൈവദൂതന്മാരെൻ്റെ അടുത്ത് വന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഓടി അവരുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ 2 പേര്. അന്നേരം വേണ്ടോ പറയപ്പോൾ അതിലെന്താ പോയിനൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ആ വാസ് ഷേക്കിങ് ലൈക്ക് എന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങളുടെ ഡോമിൽ കയറണേ 1/2 മൈലൂടെ പോകണം. എന്നാൽ ആ 1/2 മൈൽ ആണ് ഞാൻ ഓടി വളരെ ഷേക്കോട് കൂടി അവിടെ ചെന്നിട്ട് അപ്പാർട്ട്മെൻറ്റ് തുറക്കാൻ മേല. കാരണം അങ്ങ് ഷേക്കായി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എനിവേ എവരിതിങ് വാസ് ഓക്കെ, നോ പ്രോബ്ലം, ദൈവം എന്നൊക്കെ രക്ഷിച്ചെന്ന് പറയും. അത് ആദ്യത്തെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിവേ അവിടെ ഞങ്ങൾ 2 വർഷം കഴിച്ചു കൂട്ടി. ആ 2 വർഷം കഴിഞ്ഞ് ഈ എക്സ്ചേഞ്ച് വിസിറ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് ആ 2 വർഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകണം. പിന്നെ അവിടെ അത് കഴിഞ്ഞ് നിൽക്കാനൊക്കത്തില്ല. ഗ്രീൻ കാർഡൊന്നുമില്ല ഞങ്ങൾക്ക്. ഈ 2 വർഷത്തെ എൻ്റെ മാത്രമേ വീസയുള്ളൂ. അത് ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ ഉള്ളവരെല്ലാം പിന്നെ പല രാജ്യങ്ങളിലേക്ക്, കാനഡയിൽ അന്ന് എടുക്കുമായിരുന്നു ഇങ്ങനെയുള്ളവർ. കാനഡ, പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോകും. അവർക്ക് അന്നൊക്കെ കിട്ടുമായിരുന്നു പോകും. അന്നേരം ഞങ്ങളും ഇങ്ങനെ ഓർത്ത് എവിടെയെങ്കിലും പോകേണ്ടതാണ്, ഇവിടെ വന്നല്ലേ എന്നൊക്കെ ഇങ്ങോട്ടൊക്കെ ഇരിക്കുക. എവിടെയെന്നൊന്നും നിശ്ചയിച്ചില്ല. പിന്നെ 2 മാസം കൂടി ഉണ്ട്. അങ്ങനെ 2 മാസം കൂടി ഉള്ളപ്പോഴേ അന്ന് പ്രസിഡൻറ്റ് നിക്സൺ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് ഈ UTMB എന്ന് പറയുന്നത് വലിയ സ്ഥാപനം, 1500 ബെഡ് എന്നുള്ളത്. അന്ന് ടെക്സാസിലെ ഏറ്റവും വലിയ സ്ഥാപനം അതായിരുന്നു. അവിടെ തന്നെ അതിനകത്ത് തന്നെ ഒരു ചെറിയ ഇമിഗ്രേഷൻ ഓഫീസുണ്ട്. വലുതല്ല, ചെറിയൊരു ഇമിഗ്രേഷൻ. അവിടെ വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സഹായിക്കാൻ വേണ്ടി. അവിടുത്തെ ഡയറക്ടറുടെ പേര് മിസ്റ്റർ മില്ലർ ഞങ്ങൾ വിളിക്കുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു ദിവസം ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേരെ നോക്കിയതകത്ത് വന്നിട്ട് പറഞ്ഞു, യു ഗേൾസ് ഹാവ് എ ഗുഡ് ന്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിയത്. അവിടെ വന്നത് ഞങ്ങൾ ഓർത്ത് എന്തോ ന്യൂസ്. അന്നേരം പറഞ്ഞ പോലെ നിക്സനെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടു. ഓൾ എക്സ്ചേഞ്ച് സ്റ്റുഡൻസിനെ ഇവിടെ ഇമിഗ്രേഷൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന്. ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം അങ്ങനെ ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഒത്തു. ആ 2 മാസത്തിനിടയിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തു. അതിന് ഹ്യൂസ്റ്റണിൽ വരണം. അതിന് ഹ്യൂസ്റ്റണിൽ വന്ന് അതൊക്കെ അപ്ലൈ ചെയ്തു. എടുത്ത് വിതിൻ 2-3 മന്ത്സ് ഞങ്ങൾക്ക് എല്ലാം അപ്രൂവായി കിട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഞങ്ങൾ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ഹ്യൂസ്റ്റണിലേക്ക് പോരേണ്ട സമയമാണ്. ഹ്യൂസ്റ്റണിലേക്കല്ല, ഓരോരുത്തരും അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് പോയി. പലരും കാലിഫോർണിയ, പിന്നെ പല സ്റ്റേറ്റുകൾ, ഞാൻ എല്ലാം ഓർക്കുന്നില്ല. ഡാളസിൽ കൂടെ ഒത്തിരി പേര് പോയി. കാലിഫോർണിയയിൽ അതിലും കൂടുതൽ പോയി. സാൻ ഫ്രാൻസിസ്കോ, ആ പ്രദേശത്തേക്കൊക്കെ പലരും പോയി. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെയും വിളിച്ച് അങ്ങോട്ട് പോകാൻ. പക്ഷേ ഇതിനിടയ്ക്കൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഗാൽവെസ്റ്റോണിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ ഒരു ഫാമിലി, ഒരു വൈറ്റ് ഫാമിലി, ഹസ്ബൻഡും വൈഫും 2 പിള്ളേരും കൂടെ ഒരു ലെറ്ററുമായിട്ട് എന്നെ കാണാൻ വന്നു. ഞാൻ വിചാരിച്ചു ആരാ എന്നെ കാണാൻ വരുന്നത്, ഇതാരാന്ന് പറഞ്ഞ് ഈ ലെറ്റർ എന്നെ കാണിച്ചു. ഞാനത്
വായിച്ചപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര അതിശയമായിട്ട് തോന്നി. ഞങ്ങളുടെ തിരുവല്ലയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഡോക്ടർ ഡേവിസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വൈഫില്ല, ഇത് അവർ കനേഡിയൻസാണ്. അവർക്കറിയാം ഇവിടെ ഒരു കനേഡിയൻ ഫാമിലി ഉണ്ട്, അവരറിയുന്നത്. അന്നേരം അവർക്ക് ലെറ്റർ അയച്ചു, ഇന്ന പോലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, പുള്ളിക്കാരിയെ വന്ന് കാണണം, സഹായിക്കണം, പിന്നെ ചർച്ചിൽ കൊണ്ടുപോകാൻ ഒക്കെ സഹായിക്കണമെന്നും പറഞ്ഞ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിവിടെ വന്ന് എവിടെ ചർച്ചിൽ പോവും, അതൊരു വലിയൊരു മെയിൻ ഇതായിരുന്നു. എനിവേ അവർ വന്ന് എന്നെ ഈ ലെറ്റർ കണ്ടു. അങ്ങ് ഒരു വീട്ടിലെ ഒരാളെ കണ്ട പോലുള്ള സന്തോഷമായിപ്പോയി. വളരെ നല്ല ലവിങ് ഫാമിലി. കൊച്ചു 2 ടീനേജ് പിള്ളേരും ഉണ്ട്. എല്ലാവരും കൂടെ. എനിവേ പിന്നെ ഞാൻ ഷോർട്ടായിട്ട് അങ്ങ് പറഞ്ഞോട്ടെ. അന്ന് തൊട്ട് അവരുമായിട്ട് വളരെ ക്ലോസ് ആയി. എൻ്റെ ഒരു ഗോഡ് ഫാദർ പോലെ അവർ എല്ലാ ആവശ്യത്തിനും വിളിക്കുകയും. പക്ഷേ അവർ ഹ്യൂസ്റ്റനല്ല, ഞാൻ ഗാൽവെസ്റ്റോണിലുമാണ്. പിന്നെ അതിനെന്തോ ചെയ്യുമെന്ന് വെച്ചാൽ സാറ്റർഡേ ഈവനിങ്ങിൽ അവർ വന്നിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിൽ വൈകിട്ട് താമസിച്ച് മോർണിംഗിൽ സൺഡേ മോർണിംഗ് ഞങ്ങൾ വർഷിപ്പ് മീറ്റിംഗ് ഉണ്ട്. അവിടെ പോകുന്നത് സൗത്ത് ഹ്യൂസ്റ്റൺ ബൈബിൾ ചാപ്പൽ, അവിടെ മീറ്റിങ്ങിന് ഞങ്ങൾ പോകും. അതിലെല്ലാം രസമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാം എന്നെ ഒരു പിന്നെ എന്തോ അതിന് പറയുന്ന ഈ എന്തോ അതിന് പറയുന്ന ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ആളെ പോലെ കാണും. ആദ്യമായിട്ട് അവർ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സാരി കണ്ടിട്ടേ ഇല്ല. എന്നോട് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാരുള്ളൊരു ചർച്ച, എന്നോട് ചോദിച്ചാൽ ഫ്രണ്ടിൽ ഒന്നിക്കാം, എല്ലാവർക്കും ഒന്ന് കാണുമെന്നാക്കി. എനിക്കതൊന്നും ഇഷ്ടമില്ല. എനിവേ ഐ ഹാവ് ടു ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മീൻ. അവരെല്ലാം ഇങ്ങനെ ആദ്യമായിട്ട് അവർ സാരി കാണിക്കുകയും പിന്നെ അവർ വളരെ കാര്യമായിട്ട് അന്നോട്ട് ചർച്ചുകാരും ഇവരെല്ലാം ടേക്ക് കെയർ ചെയ്തു. ദാറ്റ് വാസ് എ ബ്ലെസ്സിങ്. ദാറ്റ് വാസ് എ പ്രെയർ ഓഫ് മൈ ഫാദർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിൻ്റെ വലിയൊരു കൃപയെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അതാണ് എനിക്ക് ഹ്യൂസ്റ്റനിലോട്ട് പോരാനുള്ള ആദ്യത്തെ വഴി ഒരുക്കുന്നത്. അതിനാണ് ഞാൻ ഈ ചരിത്രം പറയാൻ കാര്യം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഹ്യൂസ്റ്റനിൽ പോയിരുന്നു. പിന്നെ വേറെ ഈ പുള്ളിയുടെ പേര് ജോർജ് സിഡ്നി റേ എന്നാണ്. പിന്നെ പുള്ളിക്കാരുടെ പേര് മോറി. പുള്ളിക്കാരനെ വേറൊരു ഫാമിലി അറേഞ്ച് ചെയ്തു ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ. അവരും വന്ന് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇവിടെ ചർച്ചിൽ പോകാനായിട്ട്. എനിവേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ പോകേണ്ട സമയം വന്ന് പോച്ചൊക്കെ അന്നത്തെ പേഷ്യൻസിന്റെ ഒരു സൈസൊക്കെ വലിയ ഡിഫറെൻ്റ് ആയിരുന്നു. ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഓ യാ പേഷ്യൻ്റ് കെയർ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കൂടെയുള്ളവരെല്ലാം പല സ്റ്റേറ്റുകളിലേക്ക് പോയി. എന്നെ അങ്ങോട്ട് വിളിച്ചു, ഇൻവൈറ്റ് ചെയ്തു. പ്രത്യേകിച്ച് കാലിഫോർണിയക്ക് എല്ലാനായിട്ട് പലരും ഇൻവൈറ്റ് ചെയ്തു. ഡാളസിൽ 1-2 ഫ്രണ്ട് ഉണ്ട്, അവരും വിളിച്ചു. പക്ഷേ എനിക്ക് ഹ്യൂസ്റ്റണിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. അന്നേരം എന്താ പറയുന്നത് വെച്ചാൽ അവിടെയുള്ളവരെല്ലാം അതുപോലെ എൻ്റെ ഒരു ആദ്യത്തെ സൂപ്പർവൈസേഴ്സൊക്കെ നല്ലവരാണ്. പക്ഷേ അവസാനം വേറൊരു വലിയ ഗുണമില്ലാത്തൊരു വല്ലാത്തൊരു സൂപ്പർവൈസറായിരുന്നു. അവരത്ര വലിയ ഇതില്ല. ഇനിയിപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞു, നീ പിന്നെ ഹ്യൂസ്റ്റണിൽ പോവുകയാണെങ്കിൽ ബി കെയർഫുൾ, അവിടെ ഭയങ്കര റോബറി ഉണ്ട്, ക്രൈംസ് ഉണ്ട്, അവിടെ പോകരുത്, വേറെ വല്ലയിടത്തും പോയാൽ മതി, അവിടെ പോകരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഐ ഡിഡ്ന്റ് സേ എനിത്തിങ്, ദാറ്റ്സ് ലെറ്റ് മീ പ്രേ അബൌട്ട് ഇറ്റ്. ഞാൻ അതേക്കുറിച്ച് പ്രാർത്ഥിച്ചു എന്നല്ലാതെ എനിക്കും പറയാനില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ അത് തന്നെയായിരുന്നു. പക്ഷേ another thing, big problem, there is no transportation. You have to have a car, you have to have a driving, you have to drive there. അത് എന്നെ വളരെ ഇതാക്കി. I never drove, I don't have car, nothing like that. That time നമുക്ക് അധികം പൈസയൊന്നും ആയിട്ടില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ എക്സ്ചേഞ്ച് വിസിറ്റിംഗ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് അധികമൊന്നും പൈസയില്ല, സ്റ്റൈഫൻഡ് കിട്ടുന്നതൊക്കെ അല്ലാതെ ഒന്നും അധികമൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് കാറൊന്നും മേടിക്കാനുള്ള ഇതില്ല. എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്, ഹാവ് സം സേവിങ്. I asked one of my friend അല്ല, ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ താമസിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സീനിയർ നേഴ്സ്, അവർ കുഞ്ഞമ്മ എന്ന പേര്, കുഞ്ഞമ്മയുടെ ഹസ്ബൻഡിൻ്റെ പേര് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന കറിയാച്ചെന്ന അച്ഛനും. പുള്ളിക്കാരൻ നല്ല മിടുക്കനാണ്, പുള്ളി ഒരു നേഴ്സായിരുന്നു അവിടെ. അവർ എക്സ്ചേഞ്ച് വിസിറ്റേഴ്സ് അല്ല, അവർ ഗ്രാജുവേറ്റ് നേഴ്സസായിട്ട് അങ്ങനെ ഇമിഗ്രേഷനിൽ വന്നവർ. പുള്ളിക്കാരൻ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു ഒരു കാർ മേടിക്കാൻ. ആദ്യമായിട്ട് ഒരു കാർ വാങ്ങിച്ചത് ഡാറ്റ്സണ്. ഇപ്പോൾ നീസാൻ്റെ പഴയ പേര് ഡാറ്റ്സൺ ആയിരുന്നു. 1969 ഡാറ്റ്സൺ ഒരു കാറ് വാങ്ങിച്ചു. ചെറിയ കാറാണ് വാങ്ങിച്ചു. പക്ഷേ കാർ വാങ്ങിച്ച് ഡ്രൈവിംഗ് അറിയത്തില്ല.
പിന്നെ ഉടനെ ഡ്രൈവിങ് പഠിക്കാനായിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. ഡ്രൈവിങ് കാറെ പിടിച്ച് വീലർ ശരിക്കും പിടിച്ചിട്ട് പോലും ഇല്ലാത്ത ആൾ. എനിവേ അവിടെ പോയിട്ട് ദൈവത്തിൻ്റെ കൃപ. ആദ്യം നമ്മളെ അതിൻ്റെ ലൈസൻസ് എടുക്കാൻ ആദ്യം നമ്മൾ ഈ ടെസ്റ്റ് എഴുതണം, പിന്നെ റിട്ടൺ ടെസ്റ്റ് എഴുതണം. ഞാൻ ഏതായാലും വായിച്ചു പഠിച്ചു, അതൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും പറയും വളരെ ഡിഫിക്കൽട്ടാ പിന്നെ അതാണെന്നൊക്കെ. എനിവേ യു വോണ്ട് ബിലീവ് ഐ ഗോട്ട് 100 ഔട്ട് ഓഫ് 100. ഞാൻ ഓർത്തിട്ട് എനിക്കങ്ങനെ 100 കിട്ടി. ഐ ഗോട്ട് 100. എനിവേ ഐ പാസ് ദാറ്റ് വൺ. ദെൻ ഐ ക്യാൻ ടേക്ക് ദ ടെസ്റ്റ് ദ നെക്സ്റ്റ് ഡേ. Next day I can take a test, but I didn't try, so I just drove here and there. Somebody helped me, different people. First ഒരു ഫിലിപ്പീനൊക്കെ ആൾ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ ആൾക്കാർ പലരും, മലയാളികൾ കുറേ ആണുങ്ങളൊക്കെ അന്ന് വന്നു കഴിഞ്ഞു. അവിടെ അവരുടെ ഹസ്ബൻഡന്മാരും ഒക്കെ ആയിട്ട് വന്നു. കുറച്ച് പേരൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. I learned little bit I can do. പിന്നെ I want to learn, so I was doing by myself a lot of stuff, here. In Galveston is not a big place like Houston. So I drove around it and I learned some more, more experience I got it. Okay, then we're ready to go. So I went for the driving license. So I went there and did it. I did pretty good, He's a driver, I don't have experience. I'm just, these many days I learned. Okay, let's go. And പറഞ്ഞു കൊണ്ടുപോയി എല്ലാം പഠിപ്പിച്ചു. ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേരെ എന്നോട് ചോദിച്ചു, what do you plan? Where are you going to go? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹ്യൂസ്റ്റൺ ഞാൻ മൂവ് ചെയ്യുമോ, എനിക്ക് അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ഐ ഹാവ് ടു. അന്നേരം പറഞ്ഞു യു പാസ്റ്റ്, യു റിയലി ഡിഡ് പാസ്റ്റ്, ബട്ട് യു ഹാവ് ടു ഗെറ്റ് മോർ എക്സ്പീരിയൻസ്. യു ഹാവ് ടു ഡ്രൈവ് ഇൻ ഹ്യൂസ്റ്റൺ, യു ഹാവ് ടു ഗെറ്റ് മോർ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞു I'm going to do that. Okay, then you fine, you got the license. അങ്ങനെ എനിക്ക് അവിടെ വെച്ച് ലൈസൻസ് കിട്ടിയതിൻ്റെ പിറ്റേ ആഴ്ചയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഹ്യൂസ്റ്റൺ മൂവ് ചെയ്യുന്നത്. ഹ്യൂസ്റ്റൺ മൂവ് ചെയ്യാൻ ഇവിടെ ഹ്യൂസ്റ്റണിൽ ആദ്യം ഞാൻ അപ്ലൈ ചെയ്തത് മെഡിക്കൽ സെൻറ്ററിലാണ്. ഡൗൺ ടൗൺ മെഡിക്കൽ സെൻറ്ററിൽ അപ്ലൈ ചെയ്തു. ഒരു ഫിലിപ്പിയൻ നേഴ്സ് 2-3 പേര് അപ്ലൈ ചെയ്ത് അവർക്ക് അവിടെ കിട്ടി. അന്നേരം എനിക്ക് അഡ്രസ്സ് വന്നു, അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാനും അപ്ലൈ ചെയ്തു. അന്നേരം നേഴ്സസിനെയൊക്കെ കൂടുതൽ എടുക്കുന്ന സമയമായിരുന്നു എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അല്ലേ പിന്നെ ഞങ്ങളെയൊക്കെ എടുത്ത് അങ്ങനെ അറിയാം. എനിവേ വി ഗോട്ട് എനിക്കും അവിടെ ജോബ് ഓഫർ കിട്ടി. അവിടെ വന്ന് ഇവിടെയൊക്കെ വന്നാലത്തെ പ്രശ്നം എന്ന് വെച്ചെന്നാൽ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലെങ്കിൽ, കാറും ഡ്രൈവിങ്ങും ഇല്ലെങ്കിൽ യു കനോട്ട് വർക്ക് ഹിയർ ഇൻ ഹ്യൂസ്റ്റൺ. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. പിന്നെ ജോലി കിട്ടി. ഞാനിങ്ങ് മൂവ് ചെയ്തപ്പോൾ എവരിബഡി വാസ് സോ സ്കെയർ. എല്ലാവർക്കും അങ്ങ് പേടിയായിരുന്നു എനിക്ക് എന്തോ സംഭവിക്കും ഇവിടെ, ക്രൈമും മറ്റൊന്നും മറിച്ച്. ഈ സിഡ്രെ വിളിച്ച് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മൂവ് ചെയ്യും, യു വിൽ ബി ഫൈൻ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ആവശ്യമുണ്ട് ഞങ്ങളെ വിളിച്ചു. അവരിവിടെ തൊട്ടടുത്തല്ല, എന്നാലും ദി കമാൻ ഹെൽപ്പ് us, അതുകൊണ്ട് ഞങ്ങൾ മൂവ് ചെയ്തു. ഞാൻ മൂവ് ചെയ്യുന്നത് 1971 ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്ത് മെഡിക്കൽ സെൻറ്ററിൽ മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഡയഗ്നോസ്റ്റിക് സെൻറ്റർ എന്നും പറഞ്ഞ് അതിപ്പം മെത്തഡിസ്റ്റായി ഒരു ഹോസ്പിറ്റലുണ്ട്. അന്ന് അവിടെയാണ് മൂവ് ചെയ്ത്. അവിടെ വരുമ്പോഴേ അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഫോറിനേഴ്സസ്, ജൂയിഷ് പീപ്പിളുണ്ട്, പിന്നെ കൊറിയക്കാരുണ്ട്, ചൈനീസ്, ഇങ്ങനെ പലരുണ്ട്, ഫിലിപ്പീൻസ്. പക്ഷേ ഇന്ത്യക്കാരില്ല, ആരുമില്ല. അന്നേരം അവിടുത്തെ ഡയറക്ടർ എന്നോട് വലിയ കാര്യമായിട്ടൊക്കെ ഇടപെട്ടു. ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത്. എന്നോട് ചോദിച്ചു, ഡു യു നോ എനിബഡി ഹിയർ? ഞാൻ പറഞ്ഞു ഇന്ത്യൻസ്, എനി ഇന്ത്യൻ? ഞാൻ പറഞ്ഞു നോ, ഐ ഡോണ്ട് നോ എനിബഡി. അന്നേരം ഷീ സെഡ് ലെറ്റ് മീ ലുക്ക് ആൻഡ് സീ ദ ഡയറക്ടറി. അന്നിങ്ങനെ ഗൂഗിളും ഒന്നും ഉള്ള സമയമല്ല. പുള്ളിക്കാരി അവിടുത്തെ ഡയറക്ടറി ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എല്ലാം പരിശോധിച്ച് അവിടെ എല്ലാം വിളിച്ചു. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു, ഇന്ത്യൻ പീപ്പിൾ അവിടെ ഉണ്ടോയെന്നറിയാം. നോട്ട് ഈവൻ നോർത്ത് ഇന്ത്യൻസ്. അതായത് അവർ പറഞ്ഞു ആരോണല്ലേ, ഐ ഹാവ് ടു ഫൈൻഡ് സംബഡി. എനിവേ ഷീ ഫൈനലി ഫൈൻഡ് വൺ ഗേൾ ഫ്രം ന്യൂ ഡൽഹി. She was a nurse over there. That was another hospital somewhere far away from there. I mean, not too far, maybe about 30-35 miles away. Anyway, we called her. She called her, and then I talked to her. She was very nervous. She is very young, like me too. ഞങ്ങൾ രണ്ടുപേരും യങ് ആൾക്കാരാണ് അന്നേരം. She came and that's the first Indian I saw. And there was no Indian people around. I was the first one,
Yeah, and I was so scared. I'm scared. I don't know. Anyway, the American people, you don't know, they were very good people. They help you out. ഏത് ആവശ്യത്തിനും അവരോടത്തോട് പറയുമ്പോൾ they help you out. എന്നാലും നമുക്ക് നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹം. ഞാൻ വളരെ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ, നമ്മുടെ ഭാഷ പഠിക്കാൻ ഒരു മലയാളി ഒന്ന് കണ്ടെങ്കിൽ എന്തോ ഒരു ആഗ്രഹമായിരുന്നു. നല്ല ഇവിടെ വന്നിരുന്നെങ്കിൽ കണ്ടെങ്കിൽ എന്നൊക്കെ. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ പലരും ഇങ്ങോട്ട് വരാൻ പേടി. എനിക്കിനി ഇവിടെ വന്ന് വലിയ സംഭവിക്കുന്നതായിരുന്നു. അവരുടെ പേടിയാണ്, ഞാൻ റോബറി ഉണ്ടാവുമോ, ക്രൈം ഉണ്ടാവുമോ, എടുക്കുമോ. 1-2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്റ്റിൽ അലൈവെന്ന് കണ്ടപ്പോഴേ ഉണ്ടല്ല പതുക്കെ പതുക്കെ ഓരോരുത്തർ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അത് ഐ തിങ്ക് ആഫ്റ്റർ 3 months, 4 months, one family, their husband and wife and a child, they moved. They're Hindu backgrounds. They moved down here. അന്നേരം പുള്ളിക്കാരത്തേക്ക് അവിടെ ജോലി കിട്ടി. ഞങ്ങൾ അങ്ങനെ രണ്ടാമത്തെ ഇന്ത്യക്കാരി, പുള്ളിക്കാരുടെ പേര് പൊന്നമ്മ പിള്ള എന്നായിരുന്നു. പുള്ളിക്കാരി വന്നു. പുള്ളിക്കാരി എന്നെ ഇടം വല്ലതും പിടിക്കുകയില്ല. ഞാനുണ്ടെങ്കിൽ പുള്ളിക്കാരി അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ആകിയല്ല. അങ്ങനെ അവിടെ കുറച്ച് നാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാർ എനിവേ സംതിങ് ഹാപ്പൻഡ്. സം പ്രോബ്ലം ഷീ ഗോട്ട് ഇറ്റ്. ആൻഡ് ഞങ്ങളുടെ ഡയറക്ടർ വിളിച്ച് പറഞ്ഞു, ഐ ഹാവ് ടു ഫയർ ഹെർ. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഗിവ് ഹെർ ഹിയർ നൗ. ഷീ ഹാസ് ടു ഫൈൻഡ് അനദർ ജോബ്. She was desperate, so she won't go anywhere unless I go. ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ജോലി ചെയ്തു, ഇതുണ്ടല്ലോ. ഞാൻ ചെറുപ്പം, ഷീസ് കൈൻഡ് ഓഫ് ഓൾഡർ, സോ ഞാൻ പറഞ്ഞു അറിയണോ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കട്ടെ, അറിയണോ. സോ ഫ്യൂ ഡേയ്സ് ഐ ഡിഡ്ന്റ് സേ എനിത്തിങ് യെസ് ഓർ നോ. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഐ തോട്ട് ഐ ഹാഡ് ടു സേ, ബിക്കോസ് എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഹെൽപ്പ് അതർ പീപ്പിൾ. നോ മാറ്റർ വാട്ട്, ഐ ഹെൽപ്പ് ദം ഫ്രം ദ വെരി ബിഗിനിങ്. ചെറുപ്പം തൊട്ടേ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഇൻ മൈ ഹാർട്ട് ഐ സെഡ് ഐ ഹാവ് ടു ഗോ വാട്ട് എവർ ഹാപ്പൻ, എന്നുള്ള ഇതിൽ. പിന്നെ we started applying. So we applied to St. Joseph Hospital down, another one. That's not a medical center. That's another. That's a private one, Catholic hospital. We applied there. I got it, and then she got it. So രണ്ടുപേർക്കും ജോലി അവിടെ കിട്ടി. അങ്ങനെ ഞങ്ങളെ 71 അവസാനത്തിൽ അങ്ങോട്ട് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്ത് അവിടെയാണ് ആക്ച്വലി ഞങ്ങളുടെ നേഴ്സിംഗ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്, റിയൽ സ്റ്റാർട്ടിങ് അവിടെ. സോ എനിത്തിങ് വേറെ വല്ല ഇതിനോട് പറഞ്ഞതിൻ്റെ ഓക്കെ. സെൻറ്റ് ജോസഫിൽ ഞങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ പീഡിയാട്രിക് ഫ്ലോറിലാണ് ജോലി സ്റ്റാർട്ട് ചെയ്തത്. ഇത് നൺസിൻ്റെ ഹോസ്പിറ്റൽ, അതായത് കാതലിക് ഹോസ്പിറ്റൽ. അവിടുത്തെ ആ നൺസൊക്കെ ആണെങ്കിലും പല രാജ്യങ്ങളിൽ നിന്ന് വന്നു. അവർ കൂടുതൽ പേരും പിന്നെ അയർലൻഡുകാരെ, പിന്നെ അയർലൻഡ്, ഇംഗ്ലണ്ട്, ഇവിടുത്തുകാരാണ് കൂടുതൽ പേര്. അവരൊക്കെ മിക്കവാറും പേര്, എൻ്റെ സൂപ്പർവൈസറുടെ പേര് ഹിലറിയാണ്, മേരി ഹിലറി എന്നാണ്. ഒരു നല്ല സൂപ്പർവൈസറായിരുന്നു. അവർ കാരണമാണ് എനിക്കവിടെ പിന്നെ അത്രയും വളരെ നാൾ അവിടെ ജീവിക്കാനും സന്തോഷമായിട്ട് കഴിയാനും അനേകരെ അവിടെ പിന്നെ ജോലിക്ക് പിന്നെ കൊണ്ടുവരാനായിട്ട് പുള്ളിക്കാരി പിന്നെ റെക്കമെൻഡ് ചെയ്ത് ഒത്തിരിയും പേർക്ക്, നേഴ്സസിനും അല്ലാതെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് സിസ്റ്റർ ഹിലറി മുഖാന്തരം. എന്നെ എപ്പോഴും ഡിഫെൻഡ് ചെയ്യും. പിന്നെ ഒരമ്മയെപ്പോലെ അവർക്ക് എന്നോട് കാര്യമായിരുന്നു. എന്തുവാണെന്നറിയത്തില്ല, വളരെ കാര്യമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവിടെ സന്തോഷമായിട്ട് കഴിയാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പുള്ളിക്കാരി എന്നെ വിളിക്കും. ഒരു തലവേദനയാണെങ്കിൽ വീട്ടിൽ വിളിച്ചിട്ട് പറയും, അവിടെ വന്ന് ഇന്നതെടുക്കണം മറ്റതെടുക്കണം എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ പറയാം. ഞങ്ങൾക്ക് ഇൻഷുറൻസ് എടുത്തില്ല. അന്നേരം ഇൻഷുറൻസിനൊക്കെ ഒത്തിരി പൈസ കയ്യിൽ നിന്ന് വേണ്ടുകൊണ്ട് ഇൻഷുറൻസ് എടുത്തില്ല. അത് പുള്ളിക്കാരത്തിക്ക് അറിയാം. എടുക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് കൊച്ചു കാര്യമൊക്കെ പുള്ളിക്കാർ തന്നെ കൊണ്ടുത്തരുമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ
ഞങ്ങളെ ഈ സിഡ്രയുടെ കൂട്ടത്തിൽ ഞങ്ങൾ പിന്നെ ചർച്ചിൽ പോവുകയും എടുക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ സിസ്റ്റർ ഇൻ ലോയും ഒക്കെ ഇവിടെ ചിക്കാഗോയിൽ വന്നിട്ടുണ്ട്. അവരന്നേരം വിളിച്ച് ചോദിച്ചു എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമോ, ഞങ്ങൾക്കിവിടെ ജോലിയില്ല, ഞങ്ങളിവിടെ വന്നു എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. അന്നേരം ഞാൻ സിസ്റ്റർ എല്ലാവരോടും ചോദിച്ചു, ഇന്ന പോലെ 2 പേര് ഉണ്ട് ഇവിടെ, അവർ RNs ആകാൻ പോകുന്നുള്ളൂ, ഗ്രാജുവേറ്റ് നഴ്സസ് ആരും RN ആയിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞ പോലെ. അന്നേരം ഗ്രാജുവേറ്റ് നഴ്സസിനെ എടുക്കുന്ന സമയം നമ്മൾ കൊണ്ടുപോകും, of course I'll take them, tell them to come. പുള്ളിക്കാരി പറഞ്ഞാൽ പിന്നെ അങ്ങ് എടുക്കും. അതുപോലെ പുള്ളിക്കാരുടെ ഇതുകൊണ്ട് അല്ലെങ്കിൽ എടുക്കത്തൊന്നുമില്ല അങ്ങനെ പെട്ടെന്നൊന്നും. എനിവേ അവരെ വിളിച്ചു, അവരിവിടെ വന്നു. അവർ ഒന്ന് പുതുപ്പള്ളിക്കാരിയും പിന്നെ മറ്റേ അങ്കമാലിക്കാരിയാണ്, 2 പേരും വന്നു. അത് കഴിഞ്ഞ് അതുകൊണ്ട് എനിക്കൊരു ആശ്വാസമായി, എനിക്കൊരു ചെറുകൂട്ടം മറ്റൊരു ഫാമിലിക്കാരാണ് ഈ പൊന്നമ്മയെന്ന് പറയാം, അവർ ഫാമിലിക്കാരാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊരു ഞങ്ങൾ അന്നേരം ഇവർ വരുന്ന ആ സമയത്ത് ഞങ്ങൾ മെഡിക്കൽ സെൻ്ററിലാണ് താമസിക്കുന്നത്, അവിടെ ആ ഭാഗത്തായിരുന്നു. ഇവർ ഫാമിലി ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെ കൂടെ ആരെങ്കിലും കൂട്ട് വേണ്ടേ, അങ്ങനെ അവിടെ താമസിച്ച് പിന്നെ ഞങ്ങൾ ഇവർ വന്ന സമയം നോക്കി സെൻറ്റ് ജോസഫിനടുത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തു. അപ്പാർട്ട്മെൻറ്റിലോട്ട് ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു, താമസ സൗകര്യം ഉണ്ടല്ലോ ഒന്നും കൊണ്ട്. പക്ഷേ പിന്നെ ആർക്കും ഡൂഷൻ എന്ന് വെച്ചെന്നാൽ ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ വെരി ഡിഫിക്കൽട്ട്. ആർക്കും കാറില്ല, ഡ്രൈവിംഗ് ഇല്ല. ഈ വരുന്നവരെയൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണം ഇതിനിടയ്ക്ക് ഞാൻ ഗാൽവെസ്റ്റോണിൽ നിന്ന് ഇങ്ങോട്ട് ഹ്യൂസ്റ്റണിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് കാറിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. 2 ആഴ്ചത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ വന്ന വരവിനെ ഫ്രീ വേ വെച്ച് 45 ഫ്രീ വേ ഇങ്ങോട്ട് മിഡിൽ എവിടെയാണ് എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ ഓർക്കുന്നില്ല, അവിടെ വെച്ച് കാറ് സൈഡിൽ കൊണ്ടങ്ങ് ഇടിച്ച് കാറ് നല്ല പോലെ ഡാമേജായി. ഇൻഷുറൻസും ഇല്ല, ഒന്നുമില്ല. എനിവേ അവർ കാറ് കൊണ്ട് അവിടെ കൊണ്ടുപോയി ഒക്കെ ഫിക്സ് ചെയ്യാൻ കൊണ്ടുപോയി അത് പിന്നെ കിട്ടുന്നതെന്നാന്ന് പോലും അറിയത്തില്ല. അന്നേരം ഹ്യൂസ്റ്റണിൽ വരുമ്പം നമുക്ക് കാറും ഇല്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഫിലിപ്പിയൻ നേഴ്സസ് എനിക്ക് ഡ്രൈവ് ചെയ്തു തരുമായിരുന്നു, റൈഡ് തരുമായിരുന്നു. ഒരു ദിവസം പുള്ളിക്കാരത്തിക്ക് ഓഫാണ്, അന്നേരം റൈഡ് തരാൻ ആരുമില്ല. ജോലിക്ക് ഇങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, ജോലിക്ക് പോയേ ഒക്കത്തുള്ളൂ. എനിവേ പുള്ളിക്കാരി പിന്നെ അന്ന് രാവിലെ പിന്നെ വിളിക്കുന്നത് എങ്ങനെയാണെന്നും കൊണ്ട് ഞാൻ തന്നെ നടക്കാൻ കുറച്ചേ ഉള്ളൂ, നടന്ന് ഞാൻ അങ്ങോട്ടങ്ങ് പോയി. പിന്നെ മെഡിക്കൽ സോറി മെഡിക്കൽ സെൻ്ററിൽ സെൻറ്റ് ജോസഫ് അല്ല, ഗോ ബാക്ക് ടു മെഡിക്കൽ സെൻ്റർ, സോ സോറി. പിന്നെ എനിവേ അവിടുന്ന് നടന്ന് കുളിച്ച് നനഞ്ഞ് പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് ചെന്നു. ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഇടയ്ക്കങ്ങ് പറഞ്ഞതേ ഉള്ളൂ, സോറി ടു ഇൻ്ററപ്റ്റ്. ഓക്കെ, എനിവേ ബാക്ക് ടു സെൻറ്റ് ജോസഫ്. ഓക്കെ, സെൻറ്റ് ജോസഫിൽ ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുക. അവരെല്ലാം വളരെ നല്ല ഇതായിട്ട് ഇടപെടുകയും വെക്കുകയും ചെയ്തു. ഇങ്ങനെ ജൈനമ്മയെന്നും മറ്റേ ആളിൻ്റെ പേര് തങ്കമ്മയെന്ന, 2 പേരും കൂട്ടുകാരായിട്ട് വന്ന് അവരെൻ്റെ റൂംമേറ്റ്സായിട്ട് ഞങ്ങൾ കുറേ നാളെ അങ്ങനെ റൂംമേറ്റ്സായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ ഫ്രണ്ട്സിനെ, ഞങ്ങളുടെ ഫ്രണ്ട്സെ, അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആൾക്കാർ വരുന്ന മുഴുവനെ റെക്കമെൻഡ് ചെയ്യുന്ന ഈ സിസ്റ്റർ ഹിലറിയ. അവർ റെക്കമെൻഡ് ചെയ്ത് പല ഫ്ലോറുകളിലായിട്ട് പലരെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഇത് നേഴ്സസ് തന്നെയല്ല, പിന്നെ വേറെ പഠിച്ചിട്ടുള്ള ആണുങ്ങൾ വന്ന് അവിടെ ജോലി കിട്ടാൻ വലിയ പ്രയാസം. അവർ പലരെയും അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റിലെ പുള്ളിക്കാരുടെ റെക്കമെൻഡേഷനും കൊണ്ട് അവിടെ ജോലിയൊക്കെ കിട്ടി. പക്ഷേ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് പഠിക്കാൻ പോകേണ്ട സമയമായിരുന്നു. ഞങ്ങൾ 6നായില്ല, ഗ്രാജുവേറ്റ് നേഴ്സ് ആയുള്ളൂ. മറ്റേടത്ത് 6നാകണ്ട, ഇങ്ങനെ SH വിസിറ്റിങ്ങിന് വന്നിരുന്നുകൊണ്ട് ഇപ്പോൾ ഇനി 6നായിട്ട് പഠിക്കാനായിട്ട് പല ബുക്കുകളുണ്ട്. അന്ന് 5 സബ്ജക്റ്റ് RM പരീക്ഷ എഴുതുന്നതിന് പല ബുക്കുകൾ മേടിക്കണം. അതിനൊക്കെ ഭയങ്കര വിലയാണ്. അതൊക്കെ മേടിക്കാനുള്ള പൈസയൊന്നും അധികമൊന്നും കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം നല്ല ലൈബ്രറികളിലൂടെ പോയിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ബുക്കുകൾ എടുത്തിട്ട് ഇരുന്ന് രാവും പകലും പഠിക്കുന്ന വെച്ചാൽ നല്ലപോലെ പഠിക്കും. നമുക്ക് ഇവിടുത്തെ പരിചയമൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ വളരെ ഇരുന്ന് വളരെ പഠിച്ചു. പിന്നെ ഒരു
പ്രയാസം എനിക്കുണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ പഠിച്ചെടുത്ത് ഈ സൈക്യാട്രി അധികം ഞങ്ങൾക്ക് പഠിപ്പിക്കുക, ഒരു ശകലം കുറച്ചേ പഠിപ്പിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് അത് നല്ലപോലെ പഠിക്കേണ്ടി വന്നു. പഠിച്ചാലും ശരിക്കും മനസ്സിലാകില്ല, കാരണം അത് പഠിച്ചിട്ട് സൈക്യാട്രി ഈസ് എ ഡിഫറൻറ്റ് സബ്ജക്റ്റ്, അത് നേഴ്സിങ്ങിൻ്റെ ഇതല്ല, വേറൊരു ഇതാണല്ലോ. അതുകൊണ്ട് അതിന് സ്വല്പം പ്രയാസം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് അതുകൊണ്ട് അതിന് പോയിട്ട് ക്ലാസ് എടുക്കേണ്ടി വന്നു. ക്ലാസ് എടുക്കണമെന്ന് അവർ പറഞ്ഞില്ല, എനിക്ക് ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോയി. അന്നേരം ഈ ജയനമ്മയൊക്കെ ഉണ്ടായത്, ഞങ്ങൾ 3 പേരും കൂടിയായിരുന്നു ക്ലാസ്സിന് പോകുന്നത്. ക്ലാസ്സൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് പോയി സ്റ്റേറ്റ് ബോർഡ് എക്സാം എഴുതാൻ പോയ കാര്യമാണ് അടുത്തത്. പിന്നെ എഴുതാൻ പോയിട്ട് ആദ്യമേ സൈക്യാട്രി കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം 72-ലോട്ടാകുന്നു. 72-ലാണ് ഞങ്ങൾ ഇങ്ങനെ ആദ്യം എഴുതാൻ പോകുന്നതും എടുക്കുന്നതും ഒക്കെ. അത് കഴിഞ്ഞ് 72 ഡിസംബറിൽ പിന്നെ ഓരോരുത്തരൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ വിസയും കിട്ടി, എല്ലാം കിട്ടി. ഇപ്പം നാട്ടിൽ പോകാം, നാട്ടിൽ പോയി തിരിച്ചു വരുന്നതിനൊന്നും പ്രയാസമില്ല. അതുകൊണ്ട് എല്ലാവരുമൊക്കെ നാട്ടിൽ പോകാൻ തുടങ്ങി. ഞാൻ പിന്നെ ഡിസംബറിൽ പോകാനായിട്ട് ആയി. മറ്റവരൊക്കെ ഓരോ മാസങ്ങൾ ഇങ്ങനെ പലരുമൊക്കെ പോയി, ചിലരൊക്കെ പോയി നാട്ടിൽ പോയി കല്യാണമൊക്കെ കഴിച്ചിപ്പം കഴിച്ചു. ഞാൻ ഡിസംബറിൽ നാട്ടിൽ പോയി. പിന്നെ അന്നേരമാണ് വിവാഹം നടക്കുന്നത്. നാട്ടിൽ പോയി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. ഇങ്ങനെ അന്നത്തെ നാട്ടിലെ പോക്കൊക്കെ അല്ലേ. ഇവിടുന്ന് ഞാനൊരു ടേപ്പ് റെക്കോർഡറ്, ഒരു വ്യൂ മാസ്റ്ററ്, ഒരു ക്യാമറ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ടൊക്കെയാണ് പോയത്. അവിടെ ബോംബെയിൽ എയർപോർട്ടിൽ ചെന്ന് ഇന്ന ദിവസം വരുമെന്നൊക്കെ വീട്ടുകാർക്ക് എഴുതിയായിരുന്നു. അവിടെ ബോംബെയിൽ എയർപോർട്ടിൽ ചെന്നപ്പോഴേ പിന്നെ അന്നേരം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു, ഫ്ലൈറ്റ് ഇല്ല. അന്നേരം ഇവർ വീട്ടിലെ ഇങ്ങനെ നോക്കിയിരിക്കുക, ഇന്ന സമയത്ത് വരുന്നതും കൊണ്ട് കൊച്ചിയിൽ അവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞു എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എക്സൈറ്റഡ് ഇരിക്കുക. അന്നത്തെ പേരൻസിൻ്റെ പേടിയല്ലേ, പേടിച്ച് ഇങ്ങനെ ഇരിക്കുക. അന്ന് ടെലഫോണില്ലല്ലോ, ഒന്ന് വിളിച്ച് പറയാനോ എടുക്കാനോ. ഞങ്ങൾ ഇത് താമസിച്ചു പോയി, പിന്നെ ഇതായി, അതുകൊണ്ട് നാളെ വരുമെന്ന് പറയാൻ ആരുമില്ല. അവിടെ എയർപോർട്ടിൽ ചോദിച്ചിട്ട് ആർക്കൊന്നും അറിയാം. അവരോട് ചോദിക്കുന്നു, ഇവരോട് ഒന്നും ആരും പറഞ്ഞു കൊടുക്കാനില്ല. അങ്ങനെ അവർ വളരെ വിഷമിച്ചു. എനിവേ പിറ്റേഴ്സ് ആയപ്പോഴത്തേക്ക് പിന്നെ ഇത് പ്ലെയിൻ കെട്ടി ഞാൻ അവിടെ എത്തി പിറ്റേ ദിവസം. അന്നേരത്തേക്ക് ആ സമയത്തേക്ക് ഇവരറിഞ്ഞു ഇങ്ങനെ ക്യാൻസലായെന്ന്. ആരോ വിളിച്ച് പറഞ്ഞു, പിന്നെ എയർപോർട്ടിൽ ആരോ പറഞ്ഞു ഇന്നപോലെ ക്യാൻസലേഷൻ, അതുകൊണ്ടാണ് താമസിക്കാതെ വരൂ എന്നൊക്കെ പറഞ്ഞ്. പിറ്റേ ദിവസം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ എക്സൈറ്റായിട്ടൊക്കെ ചെല്ലുന്നതും എടുക്കുന്നു. പിന്നെ നാട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് അതിൻ്റെ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ആദ്യമായിട്ട് ടേപ്പ് റെക്കോർഡർ കാണുന്നത്. നമ്മൾ സംസാരിച്ചത് തന്നെ തിരിച്ചു കേൾക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു വലിയ അതിശയമായിരുന്നു അന്ന് ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് ഈ വ്യൂ മാസ്റ്റർ കണ്ടപ്പോൾ, അതായിരുന്നു അവിടെയുള്ള ദേശത്തുള്ളവരെല്ലാം അത് കാണാൻ വരുമായിരുന്നു. വ്യൂ മാസ്റ്ററും ഇവിടുത്തെ ഒന്നും കണ്ടിട്ടില്ല. വി കനോട്ട് ക്യാമറയൊന്നും അവിടെയൊന്നും അധികം പേർക്കൊന്നുമില്ല. ഞങ്ങളുടെ ഓക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. വളരെ രസമായിരുന്നു. എന്തുമാത്രം ആൾക്കാരാന്ന് എന്നെ കാണാൻ. ഞാൻ ഏതാണ്ട് ഒരു മിഥ്യാവസ്തു പോലെ എന്നെ കാണാനായിട്ടൊക്കെ എത്ര പേരാ വരും, ഞാൻ ഓർക്കും. ഒത്തിരി ആൾക്കാർ വരികയും എടുക്കുകയൊക്കെ. എനിവേ ആ സമയത്തേക്കാണ് കല്യാണാലോചന വന്നത്. പിന്നെ സണ്ണിച്ചായൻ്റെ കല്യാണാലോചന ഞങ്ങൾക്ക് വരുന്നു. ഞങ്ങളുടെ ഒരു എൻ്റെ തിരുവല്ല ഉണ്ടായിരുന്ന വാർഡന്, ഞങ്ങളുടെ നഴ്സിംഗ് വാർഡന്, പുള്ളിക്കാരിയാണ് ഞങ്ങളുടെ ഈ കല്യാണം ആലോചിക്കുന്നത്. അത് തന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആരാണെന്നത് പുള്ളി ഈ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത മർത്തമ്മ കോളേജ്, അവിടെ പഠിച്ചതാണ്. അവിടെ വന്ന് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആളാരാന്നുള്ളതോ അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പച്ചനെ അമ്മച്ചി ഇവരൊക്കെ വർത്തമാനം പറഞ്ഞു. പ്രത്യേകിച്ചും ബ്രദറുകാരൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വർത്തമാനമൊക്കെ പറയുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ അറിയാവുന്നേ ഉള്ളൂ. എനിവേ ഇങ്ങനെ പ്രപ്പോസൽ വന്നു. പുള്ളിക്കാരി കുറ്റപ്പുഴ, ഞങ്ങളവിടെ പൊയ്ക്കൊണ്ടിരുന്ന കുറ്റപ്പുഴ ബ്രദറൻ ചർച്ചിലാണ് പൊക്കോ. അവിടെയും വന്ന് കണ്ടിട്ടുണ്ട്. അവിടെ വരുമ്പോഴേയും ബൈബിളൊക്കെ എടുത്ത് വായിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളത്ര വലിയ അറ്റൻഷൻ കൊടുക്കുകയല്ലോ. എനിവേ കൊടുത്തിട്ടും ഉണ്ട്. ഞാൻ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിവേ
അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അന്നേരം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രപ്പോസൽ വന്നു. പിന്നെ പിന്നെ എനിക്ക് ആകെപ്പാടെ എല്ലാം ഓൾ ടുഗദർ 1 മന്ത് തന്നെ ഈ സിസ്റ്ററിൻ്റെ ഹെൽപ്പ് കൊണ്ട് എനിക്ക് 1 മന്ത് കിട്ടിയത്. അത്രേ ഉള്ളൂ. എനിക്ക് തിരിച്ച് വന്നേ ഒക്കൂ. ആദ്യത്തെ വെക്കേഷനാണ്, തിരിച്ച് വന്നേ ഒക്കത്തുള്ളൂ. അതിനിടയ്ക്ക് കല്യാണം നടക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഇവർ വന്നു, എടുത്തു കാര്യങ്ങളൊക്കെ. പുള്ളിക്ക് നല്ല പഠിത്തവും എടുക്കുകയും എല്ലാം ഉണ്ട്. പിന്നെ LLB അന്നേരം പഠിച്ച് തീർന്നിട്ടില്ല. അന്നേരം എനിവേ എല്ലാവരും വന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. പിന്നെ ഈ വന്നതിൽ ഒരാളെ പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞത്, ഞങ്ങൾ തിരുവല്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഉപദേശിയുണ്ട് പിന്നെ പ്രസംഗിക്കാൻ, ഇവിടെ അവിടുത്തെ ചാപ്പലിൽ പ്രസംഗിക്കാൻ. അത് സണ്ണിച്ച പുള്ളിക്കാരൻ്റെ അങ്കിളായിരുന്നു. പുള്ളിയുണ്ട് കൂട്ടത്തിൽ. ഈ പുള്ളിക്കാരനോടൊക്കെ ഞങ്ങളുടെ ഫാദറിന് ഞാൻ ഇതിനിടയ്ക്ക് ഒരു സബ്ജക്റ്റ് മാറ്റി പറയാം. എൻ്റെ ഫാദറിന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. 3 പെൺമക്കളാണ് ഉള്ളത്. ഇങ്ങനെ ഞങ്ങൾ യാക്കോബ സഭയിൽ നിന്ന് ബ്രദറൻ സഭയിൽ വന്നപ്പം എൻ്റെ മറ്റുള്ള ഗ്രാൻഡ് പേരൻസ് അവരെല്ലാം പറഞ്ഞു, നിൻ്റെ മക്കളെ ഒന്നിനെയും പിന്നെ ബ്രദറൻ സഭയിലും കെട്ടിക്കുകയില്ല, ഒന്നുമില്ല ഹിന്ദുക്കൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർ കൊണ്ടുപോകും, ഇവർ കൊണ്ടുപോകും, ഒരിക്കലും കെട്ടിക്കാനൊക്കെ. അത് അപ്പം അച്ഛനെ വളരെ വിഷമിപ്പിച്ചൊരു കാര്യം. അതുകൊണ്ട് ഈ പറഞ്ഞ അങ്കിളെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അപ്പം ഞങ്ങളെ കാണാൻ വന്നു. പുള്ളിക്കാരൻ തിരുവല്ല വരുമ്പോൾ ആ പുള്ളിക്കാരൻ ബ്രദർകാരനായതുകൊണ്ട് പുള്ളിക്കാരോട് ഇപ്പം പിള്ളേരെ, ഞങ്ങൾക്ക് 3 പെൺപിള്ളേരുള്ളൂ, 3 പെൺപിള്ളേരെ എനിക്ക് ബ്രദറെ കെട്ടിക്കണം എന്നൊക്കെ പറയുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും ആടണോ ഓൾ ദീസ് തിങ്സ്. എനിവേ പുള്ളിക്കാരനുകൊണ്ട് കൂടെ പുള്ളിക്കാരനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് എക്സൈറ്റഡ് ആയി. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഇവരാ വരുന്നതൊന്നും അറിയത്തില്ല. ഇവർ പെണ്ണ് കാണാൻ വരുമല്ലോ. പെണ്ണ് കാണാൻ വന്നപ്പോൾ ഇവരുണ്ട്, പലരെ എനിക്കറിയാവുന്ന. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെയൊക്കെ അറിയാമല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടൊന്നും വർത്തമാനം പറഞ്ഞിട്ടോ അങ്ങനത്തെ വർത്തമാനം ഒന്നുമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞു കല്യാണമൊക്കെ ഉറച്ചു കൊടുത്തു. കല്യാണം ഞങ്ങളുടെ ഡിസംബർ 22 കഴിഞ്ഞു. പിന്നെ 22 അല്ലായിരുന്നു, 22 കല്യാണം കഴിഞ്ഞു. പിന്നെ 72 ഡിസംബർ. പുള്ളിയുടെ പേര് സണ്ണി. പിന്നെ ഇപ്പോൾ ഡോക്ടർ സണ്ണി എഴുമറ്റൂര്. പുള്ളിക്കാരൻ അന്നേരം LLBക്ക് MA കഴിഞ്ഞ് LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ ആയിരുന്നു തോന്നുന്നു. ഈ വർഷം ലാസ്റ്റ് ഇയർ ചെയ്യുന്നു. സോ എനിവേ ഞങ്ങളുടെ കല്യാണം അവിടെ വെച്ച് കഴിഞ്ഞു. അന്ന് അതിലും രസമായിട്ട് അന്നത്തെ ക്യാമറയൊക്കെ സ്മോൾ വെഡിങ്, നോട്ട് ബിഗ് വെഡിങ്, സ്മോൾ വെഡിങ്. എനിക്ക് അതിലൊന്നും വലിയ ആഗ്രഹമുള്ളൂ. വലിയ വെഡിങ് അവരെയൊക്കെ ആളുകളെ ഒന്ന് കാണിക്കുക എന്നുള്ള സ്വഭാവം പണ്ട് I don't like it. We don't like it. So it was a very small wedding. എൻ്റെ പേരൻസൊക്കെ പറഞ്ഞു that to have a big wedding. No, I said no, just a small wedding. എനിവേ സ്മോൾ വെഡിങ് ആയിരുന്നു. അതിന് ക്യാമറ ഞങ്ങളുടെ പിക്ചർ എടുത്തത് ഞാൻ കൊണ്ടുപോയി സ്മോൾ ക്യാമറ കൊണ്ടുള്ള പിക്ചർ. We don't have any big picture or anything like that. അത് കല്യാണം കഴിഞ്ഞേച്ച് ഞങ്ങൾ പോയൊരു പിക്ചർ എടുത്തു, അതേ ഉള്ളൂ. അല്ലാതെ പോയി സ്റ്റുഡിയോയിൽ പോയിട്ട് പിക്ചർ എടുത്ത് അതേ ഉള്ളൂ ആ പിക്ചർ. അത് കഴിഞ്ഞേച്ച് കല്യാണം കഴിഞ്ഞ് I think we were there about 2 weeks. ഇനിയും തുടങ്ങണമെന്നുണ്ടോ? ഇനിയും പുള്ളിയെ ഇങ്ങോട്ട് പോകുന്നില്ലേ? അമ്മ തന്നെ പോകുന്നില്ലേ? ഓക്കെ. അവിടെ ഞങ്ങൾ ആകെപ്പാടെ 2 ആഴ്ച ഓൾ ടുഗദറുണ്ട്. ആ 2 ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് പോകണമല്ലോ. 2 ആഴ്ച കൊണ്ട് പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി, പല സ്ഥലങ്ങളിലും പോയി എടുത്തേച്ച് കഴിഞ്ഞ് എനിക്ക് പോകുന്നേ ഒക്കത്തുള്ളൂ. ഞാൻ ഇങ്ങോട്ടും പോരുന്നു. ബോംബെ വരെ ഞങ്ങൾ ഒരുമിച്ച് വന്നിച്ച് പുള്ളിക്കാരനെ പഠിക്കുന്നിടത്ത് നോർത്ത് ഇന്ത്യക്കും പോയി. ഞാൻ ഇങ്ങോട്ടും ഇങ്ങ് പോകുന്നു. ഇവിടെ പിന്നെ ഹ്യൂസ്റ്റൺ ഇങ്ങനെ പോകുന്നു. ഇവിടെ വന്നു. പിന്നെ അടുത്ത പരിപാടികളിലൊക്കെ ജോലിയിലൊക്കെ കയറി. പിന്നെ I had to finish my state board exam because I have only 4 subjects. I had to get 1 more. Psychiatry, I didn't get it. So we are ready to go and write the exam. വന്നു. Next month we went for the state board exam, and by the grace of God we got the license. Next month we got ഞങ്ങൾ പാസ്സായി, ലൈസൻസ് കിട്ടി. സോ ഹാപ്പി. പുള്ളിക്കാരനെ എല്ലാവരെയും അറിയിച്ചു ഞങ്ങളിങ്ങനെ ആറിനായി എന്നുള്ള കാര്യമൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് I like to help any people. സോ I learn എങ്ങനെയായിട്ട് ബോർഡ് എഴുതുന്നതിൻ്റെ ടെക്നിക്കും, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ പഠിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും എനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ട്
ഒരു exaggeration അല്ല, I helped so many nurses. They couldn't pass the board, so they all call me from different states, ഞാൻ അവരോട് പറയാം അതിൻ്റെ ടെക്നിക്, how to write the exam, how to study, how to answer the question, that kind of thing, and what kind of question, there is a possibility to come this kind of question, that kind of question, that. So I was helping them for a lot of people. So അതുപോലെ ഒരുപാട് ആ സമയത്തൊക്കെ എന്നെ വെച്ച് അങ്ങ് ഭയങ്കര കാര്യം, ബിക്കോസ് എല്ലാവർക്കും പാസ്സാകണം, പിന്നെ സ്റ്റേറ്റ് ബോർഡ് പാസ്സാകണം. അങ്ങനെ പലരെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമുക്ക് ഗോ ബാക്ക് ടു ഡ്രൈവിങ്. ഓക്കെ, ഡ്രൈവിങ് വി ഹാഡ് ടു ഇപ്പോൾ ഈ സമയത്തേക്ക് അവിടെ ഒരു 8-10 നേഴ്സസ് വന്നു കഴിഞ്ഞു ഇവിടെ സെൻറ്റ് ജോസഫിൽ ജോലി ചെയ്യാൻ. പക്ഷേ നോബഡി ഹാവ് എ റൈറ്റ് ടു ഗോ ടു വർക്ക്. My car, the maximum you can keep 5 people. Actually, four passenger car, but she's keep 5. But you won't believe I was taking eight ladies in one car, and they just hanging, hanging there. ഞാൻ അവരെയും കൊണ്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ സെൻറ്റ് ജോസഫ് പാർക്കിംഗ് ലോട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേ അവിടുത്തെ ഈ അവിടെ നോക്കുന്ന ആള്, പുള്ളിക്കാരൻ അവരെല്ലാം കൂടി നോക്കി ഇത് പറഞ്ഞെന്നാൽ ഈ ലോറി, ഈ നാട്ടിലെ ലോറി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ട്രക്ക് പോകുന്ന പോലെ ശബ്ദം, ഇത്രയും പേര് സ്മോൾ കാർ ഇത്രയും പേരെയും കൊണ്ട് അവിടെ ഇറക്കുമ്പോഴത്തെ ഇവരെല്ലാം അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ വലിയ അതിശയമായിട്ട് നോക്കി നിൽക്കും. ഇപ്പോൾ അവരതിശയം ചെയ്താൽ I had to help you, they need a ride, they had to go to work. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തീരെ കുറവാണ് അവിടെ, എവിടെയൊന്നും അങ്ങനെയൊന്നുമില്ല. അത് തന്നെയല്ല, ആർക്കും പൈസയില്ല അധികമൊന്നും. സോ I was trying to help as much as അത് തന്നെയല്ല, some people work in different shifts. Sometimes I had to, even though ഞാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ I had to take them to go to work, So I'm still happy, I could help them, that's I'm so happy about it. അതുകൊണ്ട് ഞാനത് മിക്കവാറും ഓർക്കും. അങ്ങനെ പലരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു ആ സമയത്തൊക്കെ. അങ്ങനെയായിരുന്നു സെൻറ്റ് ജോസഫിലെ ലൈഫ്. ദേ വേർ വെരി നേഴ്സ് ദേ വേർ വെരി ഗുഡ് എന്ന് തോന്നി പറയണ്ട. ഗ്രീറ്റിംഗ്സ് ടു എവരി വൺ. എൻ്റെ ഭവനത്തിൽ വന്ന് ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാനായിട്ട് ഹ്യൂസ്റ്റൺ വോയിസ് സെന്നി ഉമ്മന് എൻ്റെ നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ ഇവിടുത്തെ ചരിത്രം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് മദ്രാസിൽ ഇൻ്റർവ്യൂ കിട്ടിയ സമയം മുതൽ പറയുവാനാണ്. അതിനു മുമ്പ് എൻ്റെ പത്നി അന്നമ്മ വിവരങ്ങളെല്ലാം നേരത്തെ പ്രസ്താവിച്ചിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ മദ്രാസിൽ കിട്ടിയിട്ട് പിന്നെ അവിടുന്ന് 1972 ജൂൺ 8 ഞാൻ ഹ്യൂസ്റ്റണിൽ വരുന്നത്. ആദ്യമായിട്ടാണ് രാജ്യത്തിന് പുറത്ത് പോകുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യം ബോംബെയിൽ വന്നു. ബോംബെയിൽ ഒരു രാത്രി താമസിച്ചു. അവിടെ ദ്വാരക ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ താമസിച്ചു. പിറ്റേ ദിവസം അവിടുന്ന് ബോംബെയിൽ നിന്ന് ബ്രസൽസിൽ വന്നു. ബ്രസൽസിൽ നിന്നും അവിടുന്ന് 3-4 മണിക്കൂർ കഴിഞ്ഞാണ് ന്യൂയോർക്കിൽ ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ വന്നത്. അവിടുന്നും വരേണ്ടത് അവിടുന്ന് ഈ ട്രാവൽ ഏജന്റുമാർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയുള്ള പല കണക്റ്റിംഗ് ഫ്ലൈറ്റ് അവർ ബുക്ക് ചെയ്തത്. പിന്നാണ് എനിക്കത് മനസ്സിലാകുന്നത്. ന്യൂയോർക്കിൽ നിന്ന് അറ്റ്ലാന്റയിൽ വന്നു. പിന്നെ അറ്റ്ലാന്റയിൽ നിന്ന് വേറെ പ്ലെയിൻ കയറിയാണ് ഹ്യൂസ്റ്റണിൽ വന്നത്. ഹ്യൂസ്റ്റണിൽ ഒരു പാതിരാത്രി ആയ സമയത്താണ് ഞാൻ അന്നിവിടെ വന്നത്. അന്ന് ഹ്യൂസ്റ്റണിൽ എന്നെ കൂടാതെ ഈ മലയാളി സുഹൃത്തുക്കൾ ആണുങ്ങൾ ഒരു 5-8 പേര് മാത്രമേ ഉള്ളൂ. അവർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ്, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ. അതിൽ പ്രധാനികളാണ് ഇവിടെ നിര്യാതനായ SK പിള്ള, വളരെ സാഹിത്യകാരനും നാടകൃത്തും നോവലിസ്റ്റും ഒക്കെയാണ്. സുപ്രസിദ്ധ എല്ലാവർക്കും പരിചയങ്ങളാണ്. അല്ലെങ്കിൽ വിജയൻ പിള്ള എന്ന് പറയും, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ വേറെ 3-5-6 പേരെ ഊശലുണ്ടായിരുന്നു. അത് വിചിത്രമെന്ന് പറയട്ടെ, ഊശൽ വന്നപ്പോൾ തന്നെ എനിക്ക് വലിയൊരു പ്രതിസന്ധി പോലാണ് വന്നത്. ഈ ഏതാനും മാസങ്ങൾക്ക് ആകും തന്നെ ഇവിടുത്തെ 5-8 മലയാളികൾ അവർ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. അപ്പോൾ എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ 2 ഗ്രൂപ്പുകാർ വന്നു. ഞാൻ ആരുടെ കയറുമെന്നുള്ളതാണ് ആദ്യത്തെ പ്രതിസന്ധി. ഞാൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് വന്നതാണ്. അങ്ങനെ എനിവേ ഈ അന്നമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന പൊന്നമ്മ പിള്ളയും
അവരുടെ ഹസ്ബൻഡ് വിജയൻ പിള്ളയും SK പിള്ളയും അവരെയാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് അടുത്ത് താമസിക്കുന്നത്. അവിടെ കാർ കയറി ഭവനത്തിൽ വന്നു. അത് ആദ്യത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഡ്രൈവിങ് നാട്ടിൽ നിന്ന് പഠിച്ചു എങ്കിലും റൈസ് യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ടിൽ ആദ്യം SK പിള്ള കൊണ്ടുപോയി, പിന്നെ അന്നമ്മയും കൊണ്ടുപോയി പല ഡ്രൈവിങ്ങിനുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടി. അതിനുശേഷം പലരും അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. എന്നാൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പൈസ കൊടുക്കുന്നത് കൊണ്ട് അത് നമുക്കൊന്നും തിരിച്ച് കിട്ടുന്നില്ല. സാമ്പത്തികമായിട്ട് നമുക്കൊരു പ്രയോജനവുമില്ല. SK പിള്ളയ്ക്ക് അങ്ങനെയുള്ള ഒരു ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹമാണ് ഇവിടെ ഹൂസ്റ്റണിൽ ഹരാൻ ക്ലർക്കിൽ ആദ്യമായിട്ട് ഭവനം വാങ്ങുന്നത്. അപ്പോൾ 30 കൊല്ലത്തെ മോർഗേജ് ആണെന്ന് പറഞ്ഞാലും അപ്പാർട്ട്മെൻറ്റ് കൊടുത്താൽ ഒന്നും കിട്ടുകയില്ല. 30 വർഷത്തിനകം നമ്മുടെ വീട് നമ്മൾ സ്വന്തമാകുമല്ലോ. അദ്ദേഹം ഭവനം വാങ്ങി. അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞാനും അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. ഞാനും അടുത്ത് താമസിച്ച ഒരു തോമസ് ഈശോ തങ്കച്ചൻ എന്ന് പറയും, ഞങ്ങൾ ഒരുമിച്ച് ഹരാൻ ക്ലർക്കിൽ അവിടുന്ന് 2 മൈൽ അകലെയായിട്ട് ഭവനം വാങ്ങിച്ചു. അങ്ങനെ രണ്ടാമത് ഊഷൽ ഭവനം വാങ്ങുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളേത്. അതിനുശേഷം മലയാളികളെല്ലാം ഹരാൻ ക്ലർക്ക് ഏറിയായി വന്നു. ഇപ്പോഴും കുറച്ച് ഫാമിലികൾ ഹരാൻ ക്ലർക്കിലുണ്ട്. ഒരു ചർച്ചുമൊക്കെ, ഓർത്തഡോക്സ് ചർച്ചും പല ചർച്ചുകളും പല ഗ്രൂപ്പുകളും അവിടെ ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് അന്ന് ഹൂസ്റ്റണിൽ ജോലി കിട്ടാൻ വളരെ പ്രയാസമാണ്. ജോലി ആർക്കും ലഭിക്കുകയില്ല. വരുന്നവർ തന്നെ പലരും മറ്റ് സ്ഥലങ്ങളിലാണ്. ഇവിടുന്ന് ഡാളസ്, ഫിലദൽഫിയ, ചിക്കാഗോ, ന്യൂയോർക്ക് എന്നീ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 2 ഗ്രൂപ്പ് ആയതിൻ്റെ ഒരു പ്രയോജനം എനിക്കുണ്ടായത്, തമാശ എന്ന് പറഞ്ഞാൽ, പിറ്റേ ദിവസം ഞാൻ വന്ന് പിറ്റേ ദിവസം തന്നെ എതിർ ഗ്രൂപ്പിലുള്ള ഒരാൾ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നു. പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേറെ. അപ്പം എന്നെ പഠിപ്പിക്കുക എന്ന് പോയിട്ട് മറ്റേ ആളിനെ അവോയ്ഡ് ചെയ്തിട്ട് പഠിപ്പിച്ച് എൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയാണ്. അതുകൂടെ എന്നെ ജോലിക്കും കൊണ്ടുപോയി. ജോലി അന്വേഷിക്കാൻ കൊണ്ടുവന്നത് എവിടെയാണ്? 7-Eleven സ്റ്റോറ്, യൂട്ടോട്ടം, ഇങ്ങനെയുള്ള സ്റ്റോർ മീറ്റ് കട്ടറായിട്ടും ഒക്കെയാണ് കൊണ്ടുവന്നത്. അപ്പം പിന്നാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. ആദ്യം ഇവിടെ വന്ന മലയാളികൾ ഏറ്റവും MA LLB കഴിഞ്ഞ് വന്ന ഏക മലയാളി ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഹൂസ്റ്റൺ ഏറിയാൽ എനിക്ക് ഷുവറാണ്. അമേരിക്കയിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഈ കൊണ്ടുപോയ ഒരാൾ തന്നെ ഏത് ഉദ്ദേശത്തിലാണ് എന്നെ ഈ സ്ഥലങ്ങളിൽ ആദ്യം ജോലി കിട്ടുമെന്നും പറഞ്ഞ് കൊണ്ടുപോയെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എനിവേ, ചുരുക്കമായിട്ട് പറഞ്ഞാൽ അന്നമ്മയുടെ ഒരു പരിചയമുള്ള ഒരു സോഫി എന്നൊരാളുണ്ട്. ആ സോഫിയുടെ ഭർത്താവ് ഷാമുവേൽ, അവർ 2 പേരും മരിച്ചുപോയി. അവർ ഫസ്റ്റ് സിറ്റി ബാങ്കിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ സാമിൻ്റെ ഭവനത്തിൽ പോയി കണ്ടു. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഫസ്റ്റ് സിറ്റി ബാങ്കിൽ ഞാൻ പോയി ജോലിക്ക് അപേക്ഷിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് അവിടെ ജോലി കിട്ടി. ഫസ്റ്റ് സിറ്റി ബാങ്ക് എന്ന് പറയുന്ന പല ബാങ്കുകൾ, അത് 1973 പല ബാങ്കുകൾ ടെക്സാസിൽ മേർജ് ചെയ്തിട്ട് അവസാനം ഇപ്പം JP മോർഗൻ ചേസ് ആയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കായ JP മോർഗൻ ചേസിൽ 2013 40 വർഷം ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം വിരമിച്ചു. അതാണ് ആ ചുരുക്കമായിട്ട് ഇവിടെ വന്നപ്പോഴത്തെ കഥ. അങ്ങനെ അവിടെ ജോലി കിട്ടിയത് കൊണ്ട് ദൈവകൃപയാൽ ആ ജോലി നഷ്ടപ്പെടാതെ പെൻഷൻ വരുന്നത് വരെ, റിട്ടയർമെൻറ്റ് വരെയും അങ്ങനെ ജോലിക്ക് പോകാൻ സാധിച്ചു. എന്നാൽ വേറെ പല ആൾക്കാർക്ക് ഹൂസ്റ്റണിലെ എക്കോണമിയൊക്കെ തകർന്നപ്പോൾ അവർ വേറെ മെഡിക്കൽ ഫീൽഡിൽ അൾട്രാസൗണ്ടും റെസ്പിറ്ററി തിയറിസ്റ്റ്, എക്സ്റേ, ഇങ്ങനെയുള്ള പല മെഡിക്കൽ ഗ്രൂപ്പിലേക്ക് പോയി പല മലയാളികൾക്കും ജോലി ലഭിച്ചു. 1980കളാണ് ഓയിലിന് ഇവിടെ വില കുറഞ്ഞപ്പോൾ വലിയ എക്കണോമിക് ഡിപ്രഷൻ ഇവിടെ ഹൂസ്റ്റണിൽ വന്നു. ഒത്തിരി പേര് ആ സമയത്താണ് ഇവിടെ ഉള്ള മലയാളികൾ തന്നെ പലരും ഡാളസ്, ഒക്ലഹോമ, ന്യൂയോർക്ക്, ഫിലദൽഫിയ, ചിക്കാഗോ എന്നീ സ്ഥലങ്ങളിലൊക്കെ കുടിയേർപ്പാർത്തത്. എന്നാൽ 80കൾ ഒരു കാലം കഴിഞ്ഞ് പിന്നെ ഇവിടെ ഹ്യൂസ് ടൂൾ കമ്പനി വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് അവിടെ വളരെ സാധ്യത കിട്ടുന്നതുകൊണ്ട് അനവധി മലയാളികൾ പിന്നെ ഹൂസ്റ്റണിലേക്ക് തിരിച്ചു വരുവാൻ തുടങ്ങി. പിന്നെ ഇപ്പോഴും ഹൂസ്റ്റണിലേക്ക് വടക്ക് ഭാഗത്തു നിന്നുള്ള മലയാളികൾ തിരിച്ചു വന്ന് ഹൂസ്റ്റണിലെ അമേരിക്കയിലെ 4ാമത്തെ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. ഹൂസ്റ്റണിലെ തെക്ക് സൗത്തിലുള്ള 3-4 സിറ്റികൾ മലയാളികളാണ്. ഇപ്പോൾ അവിടുത്തെ ജഡ്ജിമാരും അവിടുത്തെ മുനിസിപ്പൽ ചെയർമാന്മാരും അങ്ങനെ നല്ല സ്ഥാനങ്ങളിൽ മലയാളികൾ അവിടെ ഹൂസ്റ്റണിലായിട്ട് എന്തുകൊണ്ടെന്നാൽ അവർ അനവധി പേര് വടക്കുനിന്ന് വന്ന് മലയാളികളുടെ വലിയൊരു കൂട്ടം തന്നെ ഹൂസ്റ്റണിലുണ്ട്. പല ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ തന്നെ പല അമ്പലങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക്.
ക്രിസ്ത്യാനികൾക്ക് എല്ലാ സമുദായക്കാർക്കും അവരുടെ ചർച്ചുകളുണ്ട്. ആദ്യം ഞങ്ങൾ ഈ അന്നമ്മ പ്രസ്താവിച്ചു വല്ല പ്രശ്നമില്ല അപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പം ഞങ്ങൾക്ക് യാതൊരു കൂടിവരവിനും ഒരു ചർച്ചുകളൊന്നുമില്ല, അമേരിക്കൻ ചർച്ചുകളൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് അത് സിലോൺ പെന്തക്കോസ്തുകാരൻ ഒരു AK അലക്സാണ്ടർ പൊന്നച്ചൻ എന്ന് പറയും, അദ്ദേഹവും പിന്നെ ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. എന്നാൽ മർത്തോമ സഭയിലെ ഒരു തൂണായിരിക്കുന്ന പ്രധാന പ്രവർത്തന TA മാത്യു ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. ഞങ്ങൾ ഹോസ്റ്റൽ മേറ്റ്സ് ആയിരുന്നു മർത്തോമ ചർച്ചിലെ ഒരു പ്രവർത്തകൻ. ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ തോമസ് ശിശോയും കൂടെ ഞങ്ങൾ 4 പേരും കൂടെ സംസാരിച്ച് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും കൂടെ പ്രേ ഗ്രൂപ്പ് വേണമെന്നും പറഞ്ഞ് പ്രശ്നമില്ലാതെ ഒരു പ്രേ ഗ്രൂപ്പ് തുടങ്ങി. അതിൻ്റെ അകത്ത് എല്ലാവരും കാത്തലിക്സ് ഉണ്ട്, ശാബദ് മിഷൻകാരുണ്ട്, ഒരാളെ യുജോ മതക്കാർ വിദ്വാൻ കുട്ടിയുടെ മതത്തിലുള്ള ഫാമിലി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വളരെ ഐക്യതയോടെ പ്രേയറുകൾ എല്ലാ സാറ്റർഡേ ഓരോ വീട്ടിൽ നടത്തി. അവിടെ ആഹാരങ്ങൾ അതിന് ശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കൂടുതൽ ആൾക്കാർ ഊഷിലേക്ക് വന്നപ്പോൾ അവരുടെ സഭകളിൽ അവർ സ്വന്തമായിട്ട് സഭ രൂപീകരിക്കാൻ തുടങ്ങിയത്. അത് ഭിന്നതയിലല്ല, സഭ രൂപീകരിച്ചുവെങ്കിലും അന്യോന്യം പോയി കൺവെൻഷനുമൊക്കെ സഹകരിക്കുമായിരുന്നു. അങ്ങനെ അന്ന് 75-ലാണ് എൻ്റെ ഭവനത്തിൽ വെച്ച് ഇന്ത്യ ഭരണ അസംബ്ലി ഞങ്ങൾ 5 ഫാമിലി കൂടി അവിടെ സ്ഥാപിച്ചത്. ഇന്ന് ഊഷിൽ ഭരണസഭയിലൊക്കെ 7 സഭകളുണ്ട്. അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ പെന്തക്കോസ്തിൽ എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്ന പാസ്റ്റർ പെന്തക്കോസ്ത് സഭയും തുടങ്ങി. പിന്നെ അത് വളരെ വലുതായി. പിന്നെ അനവധി ഗ്രൂപ്പുകൾ, ഡസൻസ് ഓഫ് ഗ്രൂപ്പ്സുകൾ പിന്നെ വന്നു. ഇപ്പോൾ പ്രധാനമായിട്ട് IPC, വേറെ 3-4 പ്രബുദ്ധമായ പെന്തക്കോസ്ത് ഗൂഢികളുണ്ട്. അതുപോലെ മർത്തോമ ചർച്ച് ട്രിനിറ്റി ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവിടെ സൗത്തിൽ മർത്തോമ ചർച്ചും വളരെ വിജയകരമായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ ഓർത്തഡോക്സ് ചർച്ച് ഹരാങ്കുളത്തിലുണ്ടായിരുന്നു. ഇപ്പം സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് എല്ലാവർക്കും അറിയാമല്ലോ, 5th സ്ട്രീറ്റിലെ. അങ്ങനെ എല്ലാ സഭക്കാരും അവരെ മാന്യമായ രീതിയിൽ നല്ല ഭവനങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു CSI ചർച്ച്, CSIക്കാർ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. ഇതെല്ലാം നമുക്ക് മലയാളികൾക്ക് അഭിമാനകരമായ കാര്യമാണ്. അതുപോലെ ഹിന്ദുക്കൾ തന്നെ ഇവിടെ പല ക്ഷേത്രങ്ങൾ, നമ്മുടെ കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രം, അതുപോലെ അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. ഇപ്പം സങ്കടമോചൻ ഹനുമാൻ്റെ ക്ഷേത്രവും വരുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെ മീനാക്ഷി ക്ഷേത്രമുണ്ട്, മലയാളിയുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിൻ്റെ ആണ്. അങ്ങനെ ഈ എല്ലാ മതത്തിൽ എല്ലാ മലയാളികളും ഇന്ത്യക്കാരും ഇവിടുത്തെ സമൂഹത്തിന്, അമേരിക്കൻ സമൂഹത്തിന് ഏറ്റവും മുതൽക്കൂട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ രാജ്യത്തിന് തന്നെ ഒരു നന്മയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മേഖലകളും അവർ ഉന്നത നിലയിൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എനിക്ക്. If you can take early retirement, that's the best thing you can do it. You can spend more time with your grandchildren. That's a joy, really. So we have 8 grandchildren. They are joy when we see it, If you can spend time with them, also you can teach them lot of biblical or good things, and lot of different things we can teach them. That's amazing. And also you can do my desire was to do a volunteer work. I really want to do volunteer work. That's what I was thinking, for the furtherance of Almighty God. That was my aim, but nothing, it didn't happen. അതുപോലെ എപ്പോഴും ഞാൻ ഓർക്കും, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുക. അതായത് പല വിധത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ജോലി ചെയ്യുക, കുഞ്ഞുങ്ങളെ അതിൽ പഠിപ്പിക്കുക. പക്ഷെ what happened was, as soon as I retired, one after one something happened. I got sick and he got sick. I have some called gastroparesis. That was really pretty bad. Shocked me. And ദൈവത്തിന് പിന്നെ കുറച്ചുകൂടെ ജീവിച്ചിരിക്കാൻ ഹിതമുണ്ടായിരുന്നു. അതുകൊണ്ട്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് told me, you are not going to come back. Are you afraid to die? I said, no, I'm not afraid to die. Only thing, I don't want to live like a sick patient and lie down and I don't want somebody to come and help you and change you. No, that's I don't. But I'm ready to go. But you won't believe it, So they tried a different medicine. Finally, there was one medicine. It started working. They started couldn't believe. The main thing is the power of prayer. Number 1 is work, prayer. Lot of people, some people came here and kneel down and pray. Some people pray here and there. It's not just saying, but was a real power prayer. Power of prayer. That's what happened.
And കുറച്ച് കഴിഞ്ഞ് my weight was started losing. They couldn't bring the weight up, and they said didn't have any. So they said, "Well, you just do whatever you can do," and it's okay, that's fine, you know. So we went there, everything, you know, different doctor. Finally, yes, I can feel it started working. The medicine is it's a ban from here. You can get it. So I had to get it from Canada, UK, and also India. You can get it from India. So they started bringing from there. And we have a missionary called, his name is, he just passed away, you know, Jim Gillett. He was African missionary in Africa. He was a doctor, okay, but he went to Africa to work, you know. So he comes here. He is one of our best, you know, friends, like, you know. So he find out his problem, and so when he comes back from Ireland, you know, he come and visit us and bring the medicine. The medicine they can get it, and also he prayed with us, and it's different people. Then India now we can, you know, anybody goes, they can bring it from there. So after a few months, I started getting better. You know, I went back to the doctor and he said, "Are you the same person?" He couldn't believe it. He liked to see me because, you know, his doctors and a patient but trying to go to the santosham. He really liked to see. He didn't know you know, what's going on. You know, I told him one time, it's a power. I don't know if he believe in God or not, but I told him, he's a Canadian. He's there already. Yeah. Yeah, so you know, so much better. I'm feeling, started getting I mean, my weight started gaining. Now is more weight than I was supposed to. The medicine, I had to continue the medicine. Then what happened was, you know, when I was I wasn't getting enough minerals and nothing. I wasn't eating at all, nothing, no water. I don't want it to, no taste. No വിശപ്പിലെല്ലാം കഴിക്കാൻ പോകും. So just a little bit, somehow they had to push me to eat. So anyway, what happened was all the minerals, everything gone. So I had a spontaneous fracture, the knee, so knee fracture. They say it's a spontaneous fracture. Anyway, that was a COVID. You know, the COVID was severe. They couldn't do anything, and also they said it's going to heal by itself. You know, 3 months waiting. So we waited about 3 months. Nothing happened. It looked like getting worse. I couldn't walk much, and I was using crutches. Anyway, after 3 months, I think I had to have surgery. They did that, you know, the total knee replacements, but it didn't work very well. Surgery was okay, but I never been pain-free. I have a nerve is kind of rejecting that, you know, not rejecting, reacting. So I have pain ever since, you know. So I still have it. Still have it. So that's what I'm saying. So I couldn't go and do the work. Maybe I'm just saying that's a God's will. Maybe I don't want to do anything, you know. ആന്റി ഇപ്പോഴും ആ പഴയ കൂട്ടുകാരെ 60s-ലെ 70s-ലെ കൂട്ടുകാരെയൊക്കെ ആരെയൊക്കെ വിളിക്കാറുണ്ടോ? എൻ്റെ 2 പേരുണ്ട്. വളരെ ഏറ്റവും ഇന്റിമേറ്റഡ് ആയ ആന്റിക്ക് പഴയ കൂട്ടുകാരിൽ ആരെയാ ഒരു പേര് പറയാനുണ്ടെങ്കിൽ? അവിടെയുണ്ട് ഒരു മേരിക്കുട്ടിയുണ്ട്. റേച്ചൽ ജോർജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിക്കാരി അങ്ങ് നാട്ടിൽ ഇപ്പോൾ എവിടെയാന്ന് പോലും അറിയത്തില്ല. അങ്ങ് പോയി ഗൾഫിൽ പോയായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞ് ജോർജിന്റെ വീട് എവിടെയായിരുന്നു? കോട്ടയത്തെ. കോട്ടയത്ത് എവിടെയാ? കോട്ടയത്ത് എവിടാന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ റേച്ചൽ ജോർജ് ഒന്ന് കോൾ ചെയ്യണം പറയാം. അതെ അത് ഇനിയിപ്പോ എവിടെയാന്ന് അറിയത്തില്ല. കല്യാണം കഴിച്ചു. പിന്നെ ഒരു late 70s. പിന്നെ ഒരു റേച്ചൽ ഒരു അന്നമ്മ മാത്യു എന്നും പറഞ്ഞു. അത് വളരെ അതിന് ഒരു പ്രോബ്ലം വന്ന അതിനെ അങ്ങ് വിട്ടു. പക്ഷെ വാസ് വെരി നൈസ് പേഴ്സൺ, യുനോ. അതുണ്ടായിരുന്നു. പിന്നെ കുറെ വേറെ അവിടെ ഈ ഞാൻ മർത്തമാ കോളേജിലെ ഇവിടെ ഹോസ്റ്റലിൽ താമസിച്ചവരുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ്. അവർ എനിക്ക് വേണ്ടിയിട്ട് അവർ യൂട്യൂബിൽ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ലൈവ് കാണിച്ചു. അവിടെ വലിയ തിരുമേനി ഇപ്പോഴത്തെ മർത്തോമായിലെ ഞങ്ങളുടെ ഹോസ്റ്റൽ മേറ്റ് ആയിരുന്നു. അത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഒരു കെമിസ്ട്രി പ്രൊഫസർ മാത്യു പി തോമസ്, പുള്ളി ഞങ്ങളുടെ വാർഡനുമായിരുന്നു. അവർ അങ്ങനെ 19 പേര് കൂടി പിന്നെ ഞാനൊരു ലെറ്റർ അവിടെ കൊടുത്തു. അവരത് വായിച്ചു. അങ്ങനെ അവരുമായിട്ട് ഇപ്പോഴും ഹോസ്റ്റലുള്ളവർ ഇപ്പോഴും വാട്സാപ്പിൽ കൂടെയും അല്ലാതെ ഇടയ്ക്ക് വിളിക്കുകയും. ഒരു ബിഗ് ഷൗട്ട് ഔട്ട് മർത്തോമ കോളേജ് സ്റ്റുഡൻസ് കൊടുത്തേക്ക് സാറിന്. ഹായ് ടു
Hi to all Marthoma students, just like our principal used to say, Reverend T.C. Thomas, Marthoma College has a tradition, and Marthoma College has produced a lot of great men in 5 continents, and wherever they went, they excelled in their profession. And we had a hostel meetings a few months ago, and we had a good time and still keep in touch with them. Many passed away beyond the veil, but still I keep in touch with them. Which year that economics BA? I started Marthoma College in 1964 to 69. 1964. I stayed in the men's hostel all these 5 years. And so I had then another thing also, Congress leader C.T. Kurula was my roommate, and then Umman Chandi and Emmas and others used to come and visit, and we used to know all those people. And I was a political activist also, and went to North India, I lost all the political legs, so. കോർബയിൽ ഏത് കോളേജിലായിരുന്നു? കോർബയിൽ SPR കോളേജ് ഇറ്റ്സ് എക്കണോമിക്സ്, MES കോളേജ് ലോ കോളേജ്. ഇപ്പോൾ അതിൻ്റെ പേരെല്ലാം മാറി. അതിൻ്റെ ഞാൻ 2009 I went there, and ഞാൻ മധ്യപ്രദേശിൽ 15 വർഷം ഏത് സ്ഥലത്തായിരുന്നു? ഞാൻ ഭോപ്പാലിലായിരുന്നു. ഇവിടെ ഭോപ്പാലുകാർ എത്രയോ പേരുണ്ട്. ഭോപ്പാലുകാരാണ് ഇവിടെ മുഴുവനുള്ളത്. അന്ന് ഞാൻ ജോലി ചെയ്യുമ്പോൾ ഈ ഛത്തീസ്ഗഡ് ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു, എനിക്കറിയാം. ഞാൻ നമ്മൾ പഠിക്കുമ്പോഴും ഛത്തീസ്ഗഡിലായിരുന്നു, മധ്യപ്രദേശായിരുന്നു. റായ്പൂർ, ബിലാസ്പൂർ, കോർബയിൽ NTPC, ബാൽക്കോ. കോർബയിലായിരുന്നു എൻ്റെ ബ്രദർ എഞ്ചിനീയർ തോമസ് എന്ന് പറയും, TJ തോമസ് എന്ന് പറയും, എഞ്ചിനീയർ. കോർബയിൽ ദറിയിൽ അവിടെ ഡയറി ഡാം ഉണ്ടായിരുന്നു, ഹസ്ദേവ് ഡാം എന്ന് പറയുന്നത്. ഹസ്ദേവ് കോർബയിൽ അന്നേരം നമ്മുടെ ഇത് ബോട്ടെ പോകണമായിരുന്നു, പിന്നെ പാലമൊക്കെ ആയി കോർബയിൽ ദറിയിലേക്ക് പോകാനായിട്ട്. കോർബയിലായിരുന്നു, പിന്നെ ദറിയിലായിരുന്നു അവിടെ ചേട്ടന്റെ ഇതൊക്കെ ഉള്ള. ഇപ്പം ബിലാസ്പൂരിലുണ്ട്. പുള്ളി 90, ഓൾമോസ്റ്റ് 90 years old. എനിക്ക് 2-3 പേരുടെ പേര് പറയാനാണ്.